അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ ഈ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന നമ്മൾ പതിവ് പോലെ നടത്തി വരുന്ന എല്ലാ മാസം നടത്തുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. എല്ലാ മാസത്തിൻ്റെ അവസാന ബുധനാഴ്ച അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ ആ മാസത്തിൽ നടത്തി വരുന്ന ഉപവാസ പ്രാർത്ഥനയാണ് ഇന്ന് പകൽ സമയം നമ്മൾ നടത്തുന്നത്. എന്നാൽ മറ്റൊരു പ്രത്യേകത, ഈ 31x24 മണിക്കൂറുള്ള തുടർമാനമായിരിക്കുന്ന ചെയിൻ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 29ാമത്തെ ദിവസം കൂടിയാണ് എന്നുള്ളതും ഒരു പ്രത്യേകതയായിരിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദിവസവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 11 മുതൽ 1 മണി വരെയുള്ള സമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കൂടി വന്ന് എഴുതപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി, അതുപോലെ പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ ദാസന്മാരെ പ്രിയപ്പെട്ടവർ ദൈവം സഹായിച്ചു. മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ഒന്നെങ്കിൽ ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യൽ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെയും കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം ആധികാരികമായി സംസാരിപ്പാനും അനുഗ്രഹമായി തീരുവാനും കർത്താവ് സഹായിച്ചല്ലോ. കേൾപ്പിച്ച എല്ലാ നല്ല സാക്ഷ്യങ്ങൾക്കായി, ദൈവവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പതിപോലെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി നാം ഒന്നിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുപ്പാൻ ഇന്നത്തെ ഈ പ്രഭാത സമയത്തിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിന് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 35-ാമത്തെ വാക്യം വായിക്കുന്നു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷത്തിൽ മത്തായി എഴുതിയ സുവിശേഷം, അതുപോലെ മർക്കോസ്, ലൂക്കോസ് ഇവർ രേഖപ്പെടുത്തിയ സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ മറുരൂപമലയിലുള്ള പ്രത്യേക ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം അന്ന് അവർ കേട്ടതിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസും യാക്കോബും യോഹന്നാനും, അവർ 3 പേരുമാണ് ഈ അതിശ്രേഷ്ഠ തേജസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ശബ്ദം ഇതായിരുന്നു: മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദം ഉണ്ടായി. ഈ വചനം ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സന്ദേശം ഇന്നിവിടെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അന്ന് കർത്താവിൻ്റെ കാലഘട്ടത്തെ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവശബ്ദം കേട്ട് ഇറങ്ങിയ ആ അബ്രഹാമിൻ്റെ സന്തതിയിൽപ്പെട്ട സായജനം, അവർ ദൈവത്തിൽ നിന്ന് വല്ലാതെ അകന്നുപോയി. അത് ഇസ്രായേലിനെ സംബന്ധിച്ചെങ്കിൽ ആദമിൽ നിന്നുണ്ടായ മനുഷ്യൻ മുഴുവനും ദൈവത്തിൽ നിന്ന് അകന്നുപോയി പാപത്തിലേക്ക് നീങ്ങിയ വലിയ അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കർത്താവ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ ഇടയാക്കുന്നത്. ഇസ്രായേലാകുന്ന സ്വന്തം ജനവും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവരും കേൾക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൽ നിന്ന് അകന്നു മാറി. മറ്റുള്ളവരാകട്ടെ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളില്ലാതെ അവരും ആയിരുന്നു. നമ്മെപ്പോലുള്ള ജാതികളായിട്ടുള്ളവരൊക്കെയും അതിനുള്ള യാതൊരു സാഹചര്യമുള്ളവരായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവപുത്രൻ്റെ ശബ്ദം വീണ്ടും മുഴങ്ങിക്കേൾക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ദൈവം അനുവദിച്ചു കൊടുത്തതിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശു ആരാകുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത വെളിപ്പെടുത്തി കൊടുത്തിട്ട്, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ദൈവവചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ ആർക്കാണ് മനുഷ്യൻ ചെവി കൊടുക്കേണ്ടത്, ആരുടെ ശബ്ദമാണ് കേൾക്കേണ്ടത് എന്നുള്ളത് ഇന്നിവിടെ പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കും. എൻ്റെ തൊഴുത്തിലുള്ള ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ കർത്താവിന് അറിയാമായിരുന്നു, ദൈവശബ്ദം കേൾക്കുന്നവരും കേൾക്കാത്തവരുമായിട്ടുള്ള സമ്മിശ്രമായിരിക്കുന്ന ഒരു ലോകമാണ് അന്നും ഇന്നും എന്നുമുള്ളത്. നമ്മൾ എന്ന് നോക്കിയാലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന വളരെ ചുരുക്കവും ദൈവശബ്ദം കേൾക്കാതെ മറ്റു പലതും കേൾക്കുന്നവരുമാണ് അനേകരെന്നുള്ളത് നമുക്ക് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോഴും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 6-ാം അധ്യായം 27-ാം വാക്യം, ലൂക്കോസിൻ്റെ എഴുതിയ സുവിശേഷം
6-ാമത്തെ 27 കർത്താവ് സംസാരിച്ചത് കേൾക്കുന്നവരായ ഒരു കൂട്ടം ജനത്തോടാണ് കർത്താവ് സംസാരിച്ചത്. 6-ാമത്തെ അതിൻ്റെ 27 എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ പയക്കുന്നവർക്ക് ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിന്നെ ഒരു ചെകിട്ടത്തെ അടിക്കുന്നതിന് മറ്റൊന്ന് കാണിച്ചോടുവീൻ എന്നൊക്കെ പറഞ്ഞ് ദൈവം ഗിരിപ്രഭാഷത്തോടുള്ള ബന്ധത്തിൽ സംസാരിച്ചത് മുഴുവനും കർത്താവിനോട് കേൾക്കുവാൻ വേണ്ടി, അവരുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി 3 ദിവസമൊക്കെ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് വചനം കേൾക്കുന്ന ആത്മീയ ദാരിദ്ര്യമുള്ള ഒരു സമൂഹം അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നവരായി നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ദൈവം അവരോട് പൊതുവായിട്ടുള്ള സന്ദേശങ്ങൾ പറഞ്ഞെങ്കിൽ, ഈ ശിഷ്യന്മാരെ കൊണ്ടുപോയി കർത്താവ് അവിടെ നിർത്തിയ ശേഷമായി അവരോട് സംസാരിച്ചത്, ജനങ്ങളോട് സംസാരിച്ചെന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് സംസാരിച്ചത്. രണ്ടും വ്യത്യസ്തതയുണ്ട്. ഇവിടെ 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട 27 കണ്ടത്, അന്ന് ദൈവരോട് സംസാരിച്ചത് ന്യായപ്രമാണത്തിൻ്റെ ആചാരമനുസരിച്ച് ഇസ്രായേൽ വ്യത്യസ്തത എന്താണ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ദൈവം പുതുതായിട്ടുള്ളൊരു ചില കാര്യങ്ങളെ അവരുടെ ചെവിയിലേക്ക് കടത്തിവിടുന്നു. അത് കർത്താവ് പറഞ്ഞത്, നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. അന്ന് വരെയും ഇസ്രായേലിന് കണ്ടുവെച്ചത് മുഴുവനും ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിക്കണം, അവരെ ഇല്ലാതാക്കണമെന്നുള്ളതായിരുന്നു പ്രമാണം അവർക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവ് പറഞ്ഞു, കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത്, ഒരു പുതിയ പ്രമാണം നൽകാൻ വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. പഴയ പ്രമാണം അത് ജഡിക നിയമങ്ങളും ജഡത്തോടുള്ള പോരാട്ടങ്ങളുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആത്മീയ യുദ്ധത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് വന്നതെന്നും, ആ യുദ്ധക്കളത്തിൽ മനുഷ്യരോടല്ല യുദ്ധം ചെയ്യുന്നതെന്നും, അത് അന്ധകാര മണ്ഡലശക്തിയോടാണെന്നും, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിപ്പീൻ, നിങ്ങളെ ഭയക്കുന്നവർക്ക് വേണ്ടി ഗുണം ചെയ്യുവീൻ, നിങ്ങളെ ശവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ എന്നൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായി ന്യായപ്രമാണത്തിൻ്റെ പരീശന്മാരും ശാസ്ത്രിമാരും വലിയ ആൾക്കാരും വലിയ പണ്ഡിതന്മാരും റബിമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെയും അന്ന് വരെയും അനുവർത്തിച്ചു പോകുന്നത് അതുപോലെ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരം അതുപോലെ തന്നെ പഠിപ്പിക്കുക ചെയ്തെങ്കിൽ, യേശു കർത്താവ് വന്നിട്ട് ഇവിടെ ചെയ്തത് അതുപോലെ തന്നെ പഠിപ്പിക്കുകയല്ല ചെയ്തത്. അതിൻ്റെ അകത്ത് മറഞ്ഞിരുന്ന ഉൾക്കാമ്പ് എന്താണ്, ദൈവം എന്താണ് പറഞ്ഞിരുന്നെന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് ഇവിടെ പുതിയ നിയമത്തിൽ കർത്താവ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ശിഷ്യന്മാരായിരിക്കുന്ന, കേൾക്കുന്നവരായിരിക്കുന്ന, ഇവിടെ ശിഷ്യന്മാരെന്നല്ല കേൾക്കുന്നവരോട് പൊതുവായി ദൈവം അവരോട് വിളിച്ചു പറയുന്ന സന്ദേശങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ മറുമലയിൽ വെച്ച് ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കർത്താവ് സംസാരിക്കുന്ന വെളിപ്പെടുന്നത്. അവിടെ കർത്താവ് പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്തും കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയത്തും ഈ പ്രകാരം സ്വർഗം തുറന്ന് സംസാരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ്, യോഹന്നാൻ സ്നാനം നടത്തുന്ന സമയത്താണ് അവിടെ സ്വർഗം തുറന്ന് അവിടെ ദൈവം അവനോട് പൊതുവായിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ മരുമലയിൽ വെച്ച് ദൈവം സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന പാദത്തിലേക്ക് അടുക്കുമ്പോഴാണ്. ഞാൻ ഈ ദൂത് ഇവിടെ എടുക്കുന്നതിൻ്റെ കാരണം, എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവശബ്ദം കേട്ടവരുണ്ട്. അവരുടെ വ്യത്യസ്തത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തത എന്താണെന്നുള്ളത് അതിലേക്ക് കടന്നു വരുന്നതായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവവചനം കേൾക്കാൻ വേണ്ടി ആർക്കാണ് സാധിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആർക്കാണ് ദൈവശബ്ദം കേൾക്കാൻ സാധിക്കും? എന്തുകൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല? ആർക്കായിരിക്കാം ദൈവം കേൾക്കാൻ സാധിക്കും? നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, കർത്താവേ നിന്നോട് സംസാരിക്കണമേ, നിന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആരോടാണ് ദൈവം സംസാരിക്കുന്നത്, അത് എങ്ങനെയുള്ളവരോടാണ് ദൈവം സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവത്തിൽ രേഖപ്പെടുത്തുക. അത് ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് പാരമ്പര്യമായിട്ട് അത് കിട്ടത്തില്ല. ഒരു പ്രവാചകനമാനായി ജനിച്ചുകൊണ്ട് ആ പ്രവചന ശുശ്രൂഷ ലഭിക്കണമെന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്, ലഭിക്കത്തില്ലെന്നല്ല. ഇത് പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതല്ല. എന്നാൽ ഇത് ആർക്ക് ലഭിക്കും എന്നുള്ളത് അറിയണമെങ്കിൽ
നമുക്ക് ശമൂവേലിന്റെ പ്രവചനം വായിച്ചു നോക്കണം. ഒന്ന് ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആർക്കാണ് ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. ആർക്കാണ് ദൈവം കേൾക്കാൻ സാധിക്കുന്നത്? ഒരുപാട് പേര് ലോകത്തിലുണ്ട്. ഏകദേശം 780 കോടിയിലധികം ആൾക്കാർ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയണമെങ്കിൽ അത് ആർക്കാണ് സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം പറയുമ്പോൾ ഇങ്ങനെ പറയും, ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളർന്നെങ്കിൽ മാത്രമേ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയത്തുള്ളൂ. മറുഭാഗത്ത് ഏലിയുടെ കുടുംബം അവിടെ ഉണ്ട്. അവര് എല്ലാവിധ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ ശമൂവേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യം ഉള്ളതല്ല. എന്നാൽ അവൻ അങ്ങനെ ജനിക്കപ്പെട്ടതായതുകൊണ്ട് പൗരോഹിത്യത്തിന് വേണ്ടി പ്രവാചകനായിട്ട് അവനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാധാരണ രീതിയിൽ ഹന്നായിക്കൊരു മക്കളുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ശുശ്രൂഷയിലേക്ക് വരത്തില്ലായിരുന്നു. എന്നാൽ അവരെ ദൈവം കണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ശുശ്രൂഷകൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ, അവിടെ പറയുന്ന ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. 3-ാം അധ്യായം 2-ാം വാക്യം, യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം ദൈവത്തിന് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരില്ലായിരുന്നു. അതാണ് ദുർലഭമായിരുന്നു പറഞ്ഞത്. അല്ലാതെ വചനമില്ലാതിരുന്നല്ല. മോശയുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 5 പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു, പ്രമാണമുണ്ടായിരുന്നു. ദുർലഭമായിട്ടല്ലായിരുന്നു, ഉണ്ട്. പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നതും അതോടനുബന്ധമായി ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾ മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കുവാൻ തക്കതായ ജീവിതങ്ങൾ അവിടെ ഇല്ലാതിരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി ഒരുവൻ വളരുന്നുണ്ടായിരുന്നു. നിങ്ങളിന്ന് ഈ പകൽ സമയ സന്ദേശം കേൾക്കുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക, ദൈവത്തിനും മനുഷ്യർക്കും പ്രീതി ഉള്ളവരായി വളർന്നെങ്കിൽ മാത്രമേ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവശബ്ദത്തെ കേൾക്കാൻ കഴിയത്തുള്ളൂ, ദൈവശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യത്തിലും ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായം 52-ാം വാക്യത്തില് യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു, ദൈവത്തിനും മനുഷ്യരുടെയും കൊള്ളാകുന്നവനായി വളർന്നു വന്നു. ഇതാണ് കൃപ എന്ന് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ അവർക്കെല്ലാം പ്രീതി തോന്നത്തക്കവണ്ണം, അവർക്കെല്ലാം കരുണ തോന്നത്തക്കണം, ആ ഒരു നിലവാരത്തിൽ വളർന്നു വന്നവനായിരുന്നു ആര്? മോശ എന്നുള്ളതും. സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ ശമൂവേലിനെ കുറിച്ച് പഠിക്കുമ്പോഴും പുതിയ നിയമത്തിൽ സംസാരിക്കാനായിട്ട് ദൈവം അയച്ച തന്റെ പുത്രൻ ലോകത്തിൽ വന്നപ്പോഴും അവനും അതേ നിലവാരത്തിൽ അവൻ ജ്ഞാനത്തിൽ വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാകുന്നവരെയാണ് ദൈവം തന്റെ ശബ്ദം കേൾപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പ്രയോജനം? ദൈവത്തിന് പ്രയോജനമില്ലാത്തവരാണെങ്കിൽ, മനുഷ്യർക്ക് പ്രയോജനമില്ലാത്തവരാണെങ്കിൽ, അപ്പൊ ഇതിന്റെ അർത്ഥം ദൈവം സംസാരിക്കുന്നത് അത് മനുഷ്യർക്ക് ഗുണകരമായി തീരാൻ വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാകുന്നവരാകണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഒരാളോടൊപ്പം സംസാരിച്ച് അവന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല. ആ കാലത്ത് ദൈവം സംസാരിക്കാനായിട്ട് ഇസ്രായേലിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ ദൈവ പദ്ധതി നോക്കിയപ്പോൾ അവിടെ പൗരോഹിത്യത്തിൽ മുമ്പിൽ നിന്നിരുന്ന ഏലിയുടെ കുടുംബത്തെ നോക്കുമ്പോൾ അവര് ഇതിനൊന്നും യാതൊരുവിധമായ സ്ഥാനവും കൊടുക്കാതെ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി സ്ഥാനം കൊടുത്തവരാ. ദൈവത്തിന്റെ വചനത്തെ അവർ ഗണ്യമാക്കിയില്ല, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരുന്നില്ല. ഇന്നും ഈ കാലഘട്ടത്തിൽ അനേകര്
ഇതുപോലുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം നോക്കുന്നത് ആരെങ്കിലും ദൈവത്തെ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഉള്ളവരാണോ എന്നാണ്. ഇതിന്റെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ അത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലാണ് കിടക്കുന്നത്. ശമൂവേൽ എന്ന ബാലൻ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ടവനായിരുന്നു. ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ലോകത്തിൽ വന്ന യേശു കർത്താവും അതേ രീതിയിൽ അവൻ അതിന്റെ സോഴ്സ് ആയിരുന്നു. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവനായി തീർന്ന ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഇതേക്കുറിച്ച് റോമക്കെഴുതിയ ലേഖനം 14 അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്താണ് ഈ ദൈവരാജ്യം എന്നുള്ളതും ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതും, ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഉള്ളവർക്ക് അവരുടെ ദൈവം നിരന്തരമായി സംസാരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. റോമക്കെഴുതിയ ലേഖനം 14 അധ്യായത്തിന്റെ ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ. യേശുവിനെ ആരാധിക്കണമോ? യേശുവിനെ സേവിക്കണമോ? നിശ്ചയമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ, യേശുവിനെ ആരാധിക്കുന്നവൻ, സേവിക്കുന്നവൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. അപ്പോൾ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ നാം ദൈവരാജ്യത്തിന്റെ മക്കളായിരിക്കണം, ദൈവത്തിന്റെ അധീനതയിലുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്കുള്ള. പഴയ നിയമത്തിൽ അത് നിഴലായിട്ട് നിൽക്കുന്നു ദൈവരാജ്യം എന്നുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് സ്ഥാപിതമാക്കിയ ശേഷമായി ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ശിഷ്യഗണങ്ങളെന്ന് ചിലരെ വേർതിരിച്ച് അവരോട് സംസാരിച്ചതാണ്. അവരെ ആയിട്ട് നിന്നപ്പോഴാണ് കർത്താവിന്റെ ശബ്ദം അവർ മർഹൂമലയിൽ വെച്ച് കേട്ടത്. ഇതിന് ചെവി കൊടുപ്പീൻ എന്നുള്ള ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയാത്തത്. എന്നാൽ ഏത് കാലഘട്ടത്തിലും ദൈവം സംസാരിക്കുമ്പോൾ അത് സംസാരിക്കാതിരിക്കാൻ വേണ്ടി, കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടി ശക്തികൾ എഴുന്നേൽക്കും. അതേക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനം ഇന്ന് ദുർലഭമല്ല. ഇന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പുസ്തകങ്ങളുണ്ട്, വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. ഇന്ന് ദുർലഭമല്ല, സുലഭമായിട്ട് കിട്ടുകയാണ്. എന്നാൽ അത് ഈ വചനം കുറെ പ്രിന്റ് ചെയ്ത് അയച്ചതുകൊണ്ടോ, ലോകത്തിലെ ഏറ്റവും അധികമായി പബ്ലിഷ് ചെയ്യുന്ന പുസ്തകമായി ബൈബിൾ മാറിയത് കൊണ്ടോ മാനസാന്തരം ഉണ്ടാകണമെന്നില്ല. അത് ദൈവത്തിന്റെ പ്രവർത്തിയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ വചനം കേൾക്കണമെങ്കിൽ അത് താല്പര്യമുള്ളവർക്ക് മാത്രമേ കേൾക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ അത് കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടി, ദൈവവചനം കേൾക്കാതിരിക്കാൻ വേണ്ടി തടയുന്ന പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ ശക്തികൾ എഴുന്നേൽക്കും എന്നുള്ളത് നമുക്ക് ദൈവനം പഠിക്കുമ്പോൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനൊരു തെളിവായിട്ട് ഇന്ന് പകൽ സമയം ഞാൻ ഒരു ഭാഗം വായിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇവിടെ ദൈവത്തിന്റെ വചനം കേൾക്കണം എന്നുള്ളതാ പറയുന്നെങ്കിൽ അത് കേൾക്കരുത് എന്നുള്ളത് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം കേൾക്കാതിരിക്കാൻ വേണ്ടി, അവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള ശക്തികൾ വ്യാപരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം അതിന്റെ 32 വാക്യം വായിക്കുമ്പോൾ, ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഒലിവെണ്ണയും തേനുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും. യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത്. അപ്പോൾ ഇവിടെ ആരാ പറഞ്ഞു വിട്ടെന്നറിയാമോ? അപ്പോൾ ഇസ്രായേലിന്റെ ശത്രുവായിരിക്കുന്ന അശൂർ, അവൻ വിചാരിച്ചത് ഈ ദേശത്തെ കൈവശമാക്കണമെന്നാണ്. അപ്പൊ അതിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവന്റെ താല്പര്യം ഇസ്രായേലിന്റെ ഉറപ്പുള്ള നഗരങ്ങളെ പിടിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നവനാണ് ദൈവശബ്ദം കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. അപ്പോൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 32 അധ്യായം വായിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശൂർ രാജാവായ സൻഹേരീബ് വന്ന് യഹൂദയിൽ കടന്ന്
ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. അവൻ വിചാരിച്ചു ഇങ്ങനെ ഇസ്രായേൽ ശക്തമായി മുമ്പോട്ട് പോകാൻ പാടില്ല. അന്നത്തെ ആ കാലത്ത് ഹിസ്കിയാവിന്റെ ആ സമയോചിതമായിരിക്കുന്ന ഇടപെടൽ മുഖാന്തരമായിട്ട് അവിടെ അനുഗ്രഹം പ്രാപിച്ച് മുൻപോട്ട് പോയപ്പോൾ അശ്ശൂർ രാജാവ് നോക്കിയപ്പോൾ, മറ്റുള്ള രാജാക്കന്മാർ നോക്കിയപ്പോൾ പണ്ടത്തെ പോലെ ഇവരെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ, ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, അതുകൊണ്ട് ഇവരുടെ ഉറപ്പുള്ള നഗരങ്ങൾ പിടിക്കണമെന്ന് വിചാരിച്ചു. എവിടെ ദൈവശബ്ദം കേൾക്കുന്നവർ ഉണ്ടോ ആ രാജ്യം അനുഗ്രഹം പ്രാപിക്കും. നമുക്ക് സാഹചര്യത്തെ പറയാം, എന്നുവരെ ദൈവശബ്ദം കേട്ടവർ നിന്നോ അവർ ശക്തന്മാരായിരുന്നു, അവർക്ക് ഉറപ്പുള്ള പട്ടണങ്ങളുണ്ടായിരുന്നു. ഇത് ഈ സൻഹേരീബിന് മനസ്സിലായി, അശ്ശൂർ രാജാവായിരിക്കും സൻഹേരീബിന് മനസ്സിലായി ഇവരിങ്ങനെ മുമ്പോട്ട് പോകാൻ കാരണം ഉറപ്പുള്ള പട്ടണങ്ങളൊക്കെ പണിത് ഉറപ്പിച്ചു പോകുന്നത് കണ്ടപ്പോൾ ശത്രുവിന് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവന് മനസ്സിലായി ചില ശബ്ദമാണ്, ചില വാക്കുകളാണ്, ചില വചനങ്ങളാണ് അവരെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. അതിനെ തകർക്കണം, അതിനെ അഴിച്ചു കഴിഞ്ഞാൽ ഇവരെ പിടിക്കാം എന്നുള്ള ചിന്ത സൻഹേരീബിനുണ്ടായി. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് വിശ്വാസത്തിന്റെ വാക്കുകളാണ്. ഇന്ന് വരെയും നമ്മെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം അള്ളിച്ചതിരിക്കുന്ന വചനങ്ങളാണ്. നാം മുറുകെ പിടിച്ചു നിൽക്കുന്നത്, അതിലാണ് നാം നിൽക്കുന്നത്. അത് ഇവൻ അറിയാം. എന്നാൽ അതിനി ചെവി കൊടുക്കാതിരിക്കാൻ വേണ്ടി തലമുറകളെ അല്ലെങ്കിൽ ജീവിതങ്ങളെ ദൈവവചനത്തിൽ നിന്ന് അകറ്റി കണ്ണരസമാകുമാറാകുന്ന പലതും കേൾപ്പിക്കാൻ വേണ്ടി, അത് കെട്ടുകഥകൾ കേൾപ്പിക്കാൻ വേണ്ടി തിരിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ സന്ദർഭത്തിൽ ദൈവാത്മാവുന്നില്ല എന്ന് ഈ ഉപവാസ പ്രാർത്ഥന നമ്മോട് പറയാം. നിനക്ക് ഉറപ്പുള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ, അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ, അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ കെട്ടുകഥകളല്ല കേൾക്കേണ്ടത്, ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഈടുറ്റ വചനങ്ങളാ കേൾക്കേണ്ടത്. അങ്ങനെ നീ മുമ്പോട്ട് പോകുമ്പോൾ അതിന് തടസ്സം വിചാരിച്ചുകൊണ്ട് ഇടാൻ വേണ്ടി വിചാരിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ ശക്തികൾ എഴുന്നേറ്റു. അതാണ് ഇവിടെ കാണുന്നത്. ഹിസ്കിയാവിന്റെ കാലത്ത് എല്ലാം സ്വസ്ഥതയാ, സന്തോഷമാ, എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട. അതിന് മുകളിൽ കാണുന്നത് 21 വാക്യം, ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തന്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായി തീർന്നു. അപ്പോൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് വന്നപ്പോഴാണ് അശ്ശൂർ രാജാവ് വിചാരിച്ചു ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്തോ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടി അവൻ നിരൂപിച്ച് ഇനിയും അവരെ അടിമപ്പാടിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ വീണ്ടും പരാജയപ്പെടുത്തണമെന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഈ സൻഹേരീബ് അവന്റെ സൈന്യവുമായിട്ട് ഇസ്രായേലിനെതിരെ വരുന്നത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ നാം വിചാരിക്കരുത് നമുക്കെതിരെയുള്ള ശക്തികളെല്ലാം അവര് തോറ്റോടി അങ്ങ് പോയി എന്ന് വിചാരിക്കരുത്. അവര് വിചാരിക്കുന്നത് അറിയാമോ, എന്നാൽ ഇവൻ ഇത്രയും വിടുതലൊക്കെ കിട്ടിയല്ലോ, കുഴപ്പമൊന്നുമില്ല, നിൽക്കുകയാണ്, വിശ്വാസം നിൽക്കുകയാണല്ലോ, എന്നാൽ ഇവനെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി അവനും ശക്തി കൂട്ടി അവൻ്റെതായിട്ടുള്ള സന്നാഹങ്ങളുമായിട്ട് വരും. അതേക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവശബ്ദം കേൾപ്പിക്കാതെ നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ചു കളഞ്ഞാൽ അവിടം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നത് കൊണ്ട് നമ്മുടെ ആഹാരമാണ്, ആത്മീയാഹാരമാണ് ദൈവവചനം. ആ വചനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശത്രു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ സൻഹേരീബ് പറഞ്ഞത്, നിങ്ങൾ അവനിൽ വിശ്വസിക്കരുത് കേട്ടോ, നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കരുത്, അവന്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റിയതല്ല, അതിൽ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഇവിടെ അവരോട് പറയുവാനിടയാണ്. അത് പറയാണ്, ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത്, ഇല്ലേ? ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത്. ഹിസ്കിയാവിന് ചെവി കൊടുത്താൽ നിങ്ങൾ നശിച്ചു പോകും എന്നാണ് ഇവിടെ ആര് പറയുന്നത്? സൻഹേരീബ് വന്ന് അവന്റെ ആൾക്കാർ വന്ന് അറിയിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കെതിരെ എത്ര ശക്തമായ പട മുറുകി വന്നാലും ആ സമയത്തൊക്കെയും ചോദ്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോകാതെ
സൈന്യത്തിന് മുമ്പിൽ വെള്ളി പിടിച്ചു പോകാതെ ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം നിൽക്കുവാൻ വേണ്ടി ദൈവം തന്റെ ദാസന്മാരെ ഒരുക്കിയെടുക്കുമെന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഹിസ്കിയാവിന് പരാജയം സംഭവിച്ചാലും ഈ സദ്യഘട്ടത്തിൽ അവൻ ദേശത്തിൽ ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കോട്ടടിയാത്തുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 19 കാണുന്നത്, ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. ഈ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ട് സന്ധിക്ക് വേണ്ടി പോയില്ല, ഇവരോടുകൂടി സന്ധ്യ സംഭാഷണത്തിന് വേണ്ടി പോയില്ല. ഇവൻ കടന്നു എന്നത് രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. അതെ, ഈ വിടുതലിന് വേണ്ടി ഞാനും നിങ്ങളും ഭാരപ്പെട്ട് കേഴുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. ദൈവത്തിന് നാം ഉപസ്ഥിതിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, ഞങ്ങൾ അശക്തരാ, ഞങ്ങളെ വിശ്വാസത്തിന് അകറ്റിക്കളയാൻ വേണ്ടി, അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി, ഞങ്ങളിൽ സംശയമുണ്ടാക്കാൻ വേണ്ടി ശത്രു പ്രവർത്തിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന് പറയാൻ വേണ്ടി ഓസിച്ച് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഈ ഹിസ്കിയാവ് എന്ത് ചെയ്യുന്നറിയാമോ? അവൻ കേട്ടപ്പോൾ വസ്ത്രം കീറി, ഒരു രാജാവാ, തനിക്കതിന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അവനിത് കേട്ടപ്പോൾ അവൻ ദൈവസന്നിധിയിൽ താഴുവാനിടയാത്തുന്നു. തന്നെത്താൻ അവൻ താഴ്ത്തി. പിന്നെ അവൻ രാജധാനി വിചാരകനായ എല്യാക്കീമിനെയും രാജസക്കനായ ശബ്ദയെയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും രട്ടെടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യാപ്രവാചകന്റെ അടുക്കൽ അയച്ചു. അപ്പോൾ ഹിസ്കിയാവിന് ചെവി കൊടുക്കരുത് എന്ന് പറയുമ്പോൾ ഹിസ്കിയാവിന് നേരിട്ടുള്ള ആലോചനകൾ കിട്ടുന്നത് അത് ദൈവത്തിന് ദാസന്മാരായിരിക്കുന്ന പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന ആലോചനയാണ്. അവരത് നിറവടിയായി നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിസ്കിയാവ് ആ സമയത്ത് ചെയ്തെന്നറിയാമോ? ഹിസ്കിയാവിന് ചെവി കൊടുക്കരുതെന്ന് പറഞ്ഞ് അവന്റെ ജീവിതത്തിലെ വെള്ളം അല്ലെങ്കിൽ വചനത്തെ തടയാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുറമേയുള്ള വെള്ളത്തെ ഹിസ്കിയാവ് തടഞ്ഞു. പുറമേ നീ എന്തിനാണ് ഇങ്ങനെയുള്ള വെള്ളം ഒഴുകിച്ചെന്ന് കണ്ടിട്ട് ഇത് അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഹിസ്കിയാവ് അവിടുത്തെ അകത്തെ ഉറവുകളൊക്കെ അടച്ചെന്നാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. കാരണം ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടി ഒഴിയെ തോടും അടച്ചു കളഞ്ഞു. ഈ 2 പ്രവചനങ്ങൾ ഒരുമിച്ച് പഠിക്കണം, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തന്നെ വൃത്താന്ത പുസ്തകത്തെയും. അപ്പൊ അവിടെ പറയുന്നത് ഹിസ്കിയാവ് അങ്ങനെ സൻഹേരീബ് വന്ന് യെരൂശലേമിനെ ആക്രമിക്കാൻ ഭാവിക്കുന്നുവെന്ന് ഹിസ്കിയാവ് കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയണതിന് തന്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു. അവർ അവനെ സഹായിച്ചു. അങ്ങനെ വളരെ ജനം ഒന്നിച്ചു കൂടി അശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്ന് പറഞ്ഞ് എല്ലാ ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു. അവൻ ധൈര്യപ്പെട്ട് ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു, ഗോപുരങ്ങളും പുറത്ത് വേറൊരു മതിലും കെട്ടിപ്പൊക്കി. എന്നിട്ട് ഇവരെല്ലാം വിളിച്ചുകൂട്ടി കൃത്യമായി സംസാരിച്ച്, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും, അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കുകയും അരുത്. അവനോട് കൂടെയുള്ളവരിലും വലിയ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്, അവനോട് കൂടെ മാംസഭുജമേയുള്ളൂ, നമ്മോട് കൂടിയോ ദൈവം സഹായിപ്പാൻ നമ്മെ നമ്മുടെ യുദ്ധങ്ങൾ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവയുണ്ട് എന്ന് പറഞ്ഞു. ജനം യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. അപ്പോൾ ഇവരാശ്രയിച്ചത് രാജാവ് പറഞ്ഞ വാക്കുകളിൽ ആശ്രയിച്ചു. രാജാവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തു. വെള്ളമെല്ലാം തടഞ്ഞു നിർത്തി, വെളിയോട്ട് ഒഴുകിക്കിട്ടില്ല. പക്ഷേ ഈ സൻഹേരീബിന് മനസ്സിലായി ഇതിന്റെ പിറകിൽ ഇതിൻ്റെ അകത്ത് ചില വാക്കുകളാണ് ഇവരെ നിർത്തിയിരിക്കുന്നത്. വെള്ളമോ അല്ലെങ്കിൽ ശക്തിയോ ഒന്നുമല്ല, മതിലൊന്നുമല്ല. ഇവിടെ പുറമെ ശത്രു ഇത് കണ്ടിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ച അവർക്കത് കണക്കൂട്ടി എടുക്കാനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വെള്ളം അടച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇവർ വിചാരിച്ചത് ഈ ഉറപ്പുള്ള പട്ടണം കൊണ്ടല്ല ഇത് നിലനിൽക്കുന്നത്. ഇന്ന് പകൽ സമയം മനസ്സിലാകണം, നമ്മുടെ കെട്ടുറപ്പുള്ള വീട് കൊണ്ടോ നമ്മുടെ കെട്ടുറപ്പുള്ള സാമ്പത്തിക ഭദ്രത കൊണ്ടോ ഒന്നുമല്ല പ്രിയപ്പെട്ടവർ നിൽക്കുന്നത്. നാം നിൽക്കുന്നത് ദൈവത്തിന്റെ വചനം കൊണ്ടാ ജീവിക്കുന്നത്. എന്നാൽ ഇത് സൻഹേരീബിന് മനസ്സിലായി ഇവന്റെ പട്ടണം ഇടിച്ചു കളയാൻ നമ്മളെ കൊണ്ട് കഴിയും. മനസ്സിലായോ? ഇവൻ ഉറപ്പുള്ള പട്ടണം പണിതാൽ സൻഹേരീബും സൈന്യവും വളരെ വലിയൊരു കൂട്ടമാണ്. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇതിനെ ഇടിച്ചു കളയാനുള്ള കഴിവുണ്ട്. പക്ഷേ
അതിന് സാധിക്കത്തില്ല എന്ന് സൻഹേരീബിന് മനസ്സിലാകാൻ കാരണം ഇവനറിയാമായിരുന്നു, ഈ പട്ടണത്തിന്റെ വലിപ്പം കൊണ്ടോ ഉറപ്പുകൊണ്ടോ അല്ല, ഇതിൻ്റെ അകത്ത് ചില വാക്കുകൾ ഇവരെ ബലപ്പെടുത്തി നിർത്തുന്നുണ്ട്. ആ ബലമുള്ള വാക്കുകൾ ഇല്ലാതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ, അതിനെ പ്രവാചകന്മാരുടെ ദൈവശബ്ദത്തെ കട്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് അശൂർ രാജാവിന് അറിയാമായിരുന്നു. അവൻ അങ്ങനെ പലരെയും പരാജയപ്പെടുത്തി വന്നതാ. എന്നാൽ ഇവിടെ സംഭവിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പുറത്തേക്കുള്ള വെള്ളം തടഞ്ഞെങ്കിലും അകത്തുള്ള വെള്ളം ദൈവത്തിന്റെ വചനം ഹിസ്കിയാവും കൂട്ടരും തടഞ്ഞില്ല. അത് കേൾക്കാൻ വേണ്ടി അവർ വാഞ്ചയോടെ കാത്തിരിക്കുക ചെയ്തത്. ദൂത് മനസ്സിലായി വിചാരിക്കുന്നല്ലോ, പുറമേയുള്ളതിനെ തടഞ്ഞു, മറ്റാരും കണ്ട് അസൂയപ്പെടാതിരിക്കാൻ വേണ്ടി അതിനെയൊക്കെ അവരെന്ത് ചെയ്തു? അടച്ചു വെച്ചു, കാണിക്കാതിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി, പുറമേയുള്ള വെള്ളം കണ്ടുകൊണ്ട് അവർ ആർത്തിപ്പുണ്ട്, അസൂയപ്പുണ്ടുകൊണ്ട് നമ്മളെ ആക്രമിക്കാൻ വരും. എന്നാൽ ഇവരൊരു കാര്യം ചെയ്തത്, അശൂർ രാജാവിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഏതെങ്കിലും വിധത്തിൽ ധൈര്യക്ഷയമുണ്ടാക്കി ജനം ഒരിക്കലും ഹിസ്കിയാവ് പറയുന്ന കാര്യങ്ങളെ, പ്രവാചകൻ പറയുന്നതിനെയാണ് ഹിസ്കിയാവ് അനുസരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നിർത്താൻ വേണ്ടി അവൻ പരിശ്രമിക്കുകയാണ്, അകത്തുള്ള ഒഴുക്കിനെ നിർത്താൻ വേണ്ടി. പറഞ്ഞതിന്റെ അർത്ഥം, ദൈവത്തിന്റെ വചനം വെള്ളമാണ്. ഈ വെള്ളത്തെ ഒഴുക്ക് നിർത്താൻ വേണ്ടിയാണ് സൻഹേരീബ് പരിശ്രമിച്ചത്. അവിടെയാണ് അവൻ പരിശ്രമിച്ചത്. എന്നാൽ ആ ഒഴുക്ക് നിൽക്കാതിരിക്കാൻ വേണ്ടി രാജാവ് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നു. ഇന്ന് പകൽ സമയം ദൂത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ നന്മകളൊക്കെ ഉണ്ട്. അത് മറ്റാരും കാണാത്ത വിധത്തിൽ അത് ദൈവം സംരക്ഷിച്ച് സൂക്ഷിക്കട്ടെ. ശത്രു കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനെ മറക്കേണ്ടത് മറക്കട്ടെ. എന്നാൽ ദൈവത്തിന്റെ വചനം അത് ഒരിക്കലും നിലച്ചു പോകുവാൻ പാടില്ല. അത് നിലച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുമെന്ന് ഹിസ്കിയാവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ ആലയത്തിൽ ചെന്ന് പിന്നെ അവൻ രാജധാനി വിചാരകനായിരിക്കുന്നത് പറഞ്ഞിട്ട് ആമോസിന്റെ മകനായ യെശയ്യാവിന്റെ അടുക്കൽ അയച്ചു. അവർ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്നയുമുള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. പറയാണ്, വലിയൊരു നന്മയുടെ സമയമാണ്. എന്നാൽ മറുഭാഗത്ത് കഷ്ടവും ശാസനയും നിന്നയും ഉള്ളതാണ്. ഇവര് കഷ്ടത, സൈന്യം വന്നിരിക്കുന്നു, അവർ ശാസിക്കുന്നു, നീ വിശ്വസിക്കുന്നത് പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്നു, അവരെ നിന്ദിക്കുന്നു. നിങ്ങളുടെ ദൈവം മറ്റുള്ള ദൈവങ്ങളെക്കാൾ വലിയവനാണോ എന്നൊക്കെയുള്ള നിന്ന, ഇതെല്ലാം കേട്ടിട്ട് പറയുകയാണ്, ഇത് കഷ്ടവും ശാസനയും നിന്നയും ഉള്ള ദിവസം അത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാൻ ശക്തിയില്ല എന്ന് പറഞ്ഞതിനർത്ഥം, പ്രസവിപ്പാനോ ശക്തിയില്ല. നന്മയുണ്ട്, വളർച്ചയുണ്ട്, വർധനവുണ്ട്, ജനിപ്പാറായിരിക്കുന്ന അനുഭവമാണ്. പക്ഷേ മറുഭാഗത്ത് അതിനെ ശക്തിപ്പെടുത്താതിരിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, വർധനവുണ്ടാകാതിരിക്കാൻ വേണ്ടി, ശക്തി ഇല്ലാതാക്കാൻ വേണ്ടി നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. അത് കഷ്ടം തരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഹിസ്കിയാവ് പറഞ്ഞു. ഹിസ്കിയാവ് പറയുകയാണ്, എല്ലാം അനുഗ്രഹമാണ്, സന്തോഷമാണ്. എന്നാൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി, ശക്തി ഇല്ലാതാക്കാൻ വേണ്ടി, നാം അനുഭവിച്ചിരിക്കുന്ന സന്തോഷത്തിന്റെ അതില്ലാതാക്കാൻ വേണ്ടി ശത്രു പരിശ്രമിക്കുന്നു, അവൻ നിന്ദിക്കുന്നു, പരിഹസിക്കുന്നു. ഈ ദിവസങ്ങളിൽ, ഉപവാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ, ഇന്ന് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നത്, ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തീരും. എന്നാൽ ഇവിടെ ഇതുപോലുള്ള ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. കഷ്ടവും ശാസനയും നിന്നയും ഉള്ള ആ ദിവസം അത്രേ. മുമ്പോട്ട് നോക്കുമ്പോൾ ഹിസ്കിയാവ് പറയുക, സൻഹേരീബ് വന്നു നിന്നുകൊണ്ട് അവൻ നിന്ദിക്കുകയാണ്, അവൻ ശാസിക്കുകയാണ്, അവൻ പരിഹസിക്കുകയാണ്, അവൻ കഷ്ടം വരുത്തുവാൻ വേണ്ടി പട്ടാളത്തെ കൊണ്ട് ഞെരുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പറയാണ്, അകത്തെന്നാൽ നമുക്ക് ജനിപ്പാൻ, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. എന്റെ അർത്ഥം, ഈ ദിവസങ്ങളിൽ അത് വിടുതൽ പ്രാപിക്കേണ്ടതാ, വെളിയിൽ വരേണ്ടതാ. പക്ഷേ ശക്തി കെടുത്തിക്കളയുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന്
ദൈവാത്മാവെന്ന് ദൂത് പറയുക. അതെ, പലതിന്റെയും വിടുതലിന്റെ സമയമായി കഴിയുമ്പോൾ, അത് വേണ്ട രീതിയിൽ വിടുവിക്കേണ്ട സമയമാകുമ്പോൾ, അത് വെളിപ്പെടേണ്ട സമയം പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഗർഭത്തിൽ ഉരുവായത് അത് വെളിപ്പെട്ടു വരുവാൻ സമയമായി വരുമ്പോഴാണ് ശത്രു നിന്ദിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത്. നിന്റെ ശക്തിയെ കെടുത്തിക്കളയാൻ, എന്റെ ശക്തിയെ കെടുത്തിക്കളയാൻ, വിശ്വാസം ഇല്ലാതാക്കി കളയാൻ വേണ്ടി ശത്രു എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ അങ്ങനെ ഞാനും നിങ്ങളും വിചാരിക്കും 29 ദിവസമായല്ലോ, ഇതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളൊന്നും കണ്ടില്ലല്ലോ എന്ന്. എന്നാൽ ഇന്ന് പകർച്ചൻ കഥ പറയുകയാണ്, പ്രസവിപ്പാൻ സമയമായി, ജനിച്ചിട്ടുണ്ട്. അതെ, അത് ഉരുവിട്ടിട്ടുണ്ടെങ്കിൽ, ഉരുവായിട്ടുണ്ടെങ്കിൽ അതിനെ വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെടുത്തുവാനും ഞാൻ ആരാധിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയും. അതിന് ശക്തി നൽകുവാൻ ദൈവത്തിന് കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു. ഇന്ന് പകൽ സമയം ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാ, കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു. എന്നാൽ പ്രസവിപ്പാനോ ശക്തിയില്ല, പ്രസവിപ്പാനോ ശക്തിയില്ല. അതെ, ജനനം നടന്നിട്ടുണ്ട്, വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രസവിക്കേണ്ടവൾക്ക് പ്രസവിപ്പാൻ ശക്തിയില്ലാതാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എങ്ങനെ ജനിക്കും? ഒരു ചോദ്യമാണെന്ന് പകൽ സമയം. വളർച്ചയ്ക്ക് കുഴപ്പമില്ല, വാക്തത്വങ്ങളും അത് ദൈവിക അള്ളപ്പാടുകളും അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വെളിപ്പെടുത്തി കൊണ്ടുവരേണ്ടത് ആ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന മാതാവിന് കഴിവുണ്ടായിരിക്കണം ഈ കുഞ്ഞിനെ വെളിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. എങ്കിൽ മാത്രമേ പ്രായമായിരിക്കുന്ന, വളർച്ചയായിരിക്കുന്ന ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാൻ കഴിയണമെങ്കിൽ ഈ മാതാവിന് കഴിവുണ്ടായിരിക്കണം. അതില്ലാതായി പോയെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. വാഗ്ദത്തം എല്ലാം തയ്യാറായിട്ടിരിക്കുക. പക്ഷേ പ്രാപിച്ചെടുക്കേണ്ടവർക്ക് നിന്നയും പരിഹാസവും വിഷയങ്ങളും കേട്ടിട്ട് അവരുടെ ശക്തി ക്ഷയിച്ചു പോയി. ഇതാണ് സാത്താൻ ചെയ്യുന്ന പരിപാടി. നമ്മുടെ വാഗ്ദത്തങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ നമുക്കത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രു നിന്ദിക്കുവാനും പരിഹസിക്കുവാനും പ്രശ്നങ്ങൾ വരികയും ചെയ്യുമ്പോൾ, പ്രതികൂലമായി തീരുമ്പോൾ നമുക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ, വെളിപ്പെട്ടു കരവാൻ കഴിയാത്ത വിധത്തിൽ ശക്തിയില്ലാത്തവരായി തീരുന്നു എന്നാണ് ഇതിവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പറയുക, എല്ലാം റെഡിയാ, കുഞ്ഞു ഗർഭവാസത്തിൽ തയ്യാറാണ്, വരാൻ തയ്യാറാ, പക്ഷേ പ്രസവിക്കേണ്ടവർക്ക് പ്രസവിപ്പാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ സമയം ആ ഒരു അനുഭവമല്ലേ നമ്മുടെ ജീവിതത്തിലുമുള്ളത്? നമ്മളും പലതും കണ്ടിട്ട്, പലതും നമ്മുടെ കൈവശം അതെ വെളിപ്പെട്ടു വരാനുള്ള പല നന്മകളും നാം കണ്ടിട്ടും അതിന് ജന്മം കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അത് വെളിപ്പെട്ടു വരാതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ ചില വാക്കുകൾ കേട്ട്, ചില വിഷയങ്ങൾ കണ്ടുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുക. നിന്നെ ശക്തിപ്പെടുത്തും, നിന്റെ ഉദരത്തിൽ അതിനെ ഉരുവാക്കിയവൻ, അതിനെ വെളിക്കൊണ്ടുവരുവാൻ കഴിവുള്ളവനാ. നിന്നെയും പരിഹാസവും വിഷയങ്ങളെയും നീ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽ സമയം ആത്മാ പറയുക, നിന്ദിച്ചോട്ടെ, പരിഹസിച്ചോട്ടെ, എന്നാൽ ദൈവത്തിന്റെ സമയത്ത് അത് ഉദരത്തിൽ തന്നവൻ, വളർച്ച തന്നവൻ, അതിനെ വെളിയിൽ കൊണ്ടുവരുവാനും കഴിയും. കഴിഞ്ഞ ദിവസങ്ങളായി ഉരുവിട്ടിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ദിവസങ്ങളിൽ അത് അതിൻ്റെതായിട്ട് തികവിലേക്ക് എത്തി വെളിയിൽ വരുവാൻ സമയമായി കാത്തിരിക്കുമ്പോൾ ശത്രു വന്ന് നമ്മെ നിരുത്സാഹപ്പെടുത്തി നിന്ദിച്ച് നമ്മുടെ ശക്തി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഹിസ്കിയാവിന് ആ തന്ത്രം മനസ്സിലായി. ദൈവത്തിൽ നിന്നുള്ള അള്ളപ്പാടുകൾ കേൾക്കണമെന്ന്. അതുകൊണ്ടാണ് അവൻ ആമോസിന്റെ മകനായിരിക്കുന്ന മകനായ യെശയ്യാവിന്റെ അടുക്കൽ ആളയച്ച് ചോദിച്ചത്. അപ്പോൾ ഈ വാക്കുകളൊക്കെയും ദൈവമായ യഹോവ പക്ഷേ എന്താ പറയാണ്, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്സാക്കിയെ അവന്റെ യജമാനായ അശ്ശൂർ രാജാവ് പറഞ്ഞ് അയച്ചു പറയിക്കുന്ന വാക്കുകളൊക്കെയും നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നതിന് വേണ്ടി പക്ഷപാതം കഴിക്കണമേ എന്ന് പറഞ്ഞു. ദൈവം കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ പക്ഷപാതം ചെയ്യുമ്പോൾ ദൈവം കേട്ടാൽ ഇത് ശേഷിച്ചിരിക്കുന്നതൊക്കെ വീണ്ടും ജീവിക്കും, പ്രസവിക്കേണ്ടതൊക്കെ പ്രസവിക്കും, വെളി വരേണ്ടതൊക്കെ വെളി വരും, നന്മ വരേണ്ടതെല്ലാം വെളി വരുമെന്നാണ് ഇവിടെ
ദൈവന് മനസ്സിലായത്. ഹിസ്കിയാവ് രാജാവിന്റെ കൃത്യമായ ഋഷിയാവിന്റെ അടുക്കൽ വന്നപ്പോൾ ഹിസ്കിയാവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടതെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ അരുളപ്പാട് ഹിസ്കിയാവിന് ദൈവം കൊടുക്കുക. അവൻ വെളിയിലത്തെ വെള്ളം വിടാതെ തടഞ്ഞു, പക്ഷെ അകത്തെ ഉറവയുണ്ടല്ലോ, ദൈവം സംസാരിക്കുന്ന ഉറവ അവൻ അടച്ചില്ല. ഇന്ന് പകൽ സമയം പലരും യുദ്ധങ്ങളിൽ അവരുടെ കഴിവ് വെളിയിൽ കാണിക്കും. ഞങ്ങൾ കഴിവുള്ളവരാ, ഞങ്ങൾക്കെല്ലാം കഴിവുള്ളവരാ എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിനെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇവിടെ ഹിസ്കിയാവ് ചെയ്തത് താൻ പുറമേയുള്ളതെല്ലാം ഒന്നുമില്ലാത്തവരെ പോലെ അടച്ചു കളഞ്ഞു. തന്റെ ശക്തി ഒന്നും വെളിപ്പെടുത്തിയില്ല. അവൻ അകത്തെ ഉറവ തുറക്കുവാൻ, ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ദൂത് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ മർമ്മം വിളിച്ചു പറയുക, എന്താണ് ഹിസ്കിയാവ് അവിടെ ചെയ്തത്? അവൻ പുറമേയുള്ള ശത്രുവിനെ ഭയപ്പെടുത്തുന്ന ഒന്നും അവൻ കാണിച്ചില്ല. അതെല്ലാം അവൻ അടച്ച് ഒന്നുമില്ലാത്തവരെ പോലെ ആക്കി. വെള്ളമില്ലാത്ത അല്ലെങ്കിൽ വണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ള രീതിയിൽ അവൻ വെളിയിലേക്കുള്ളത് ഉറവയെല്ലാം അടച്ചു. ഞാനും നിങ്ങളും യുദ്ധം ചെയ്യുമ്പോൾ പുറമേയുള്ളത് ഒന്നും നമ്മൾ കാണിക്കണ്ട. നമ്മുടെ പുറമേയുള്ള ശക്തിയും കാണിക്കണ്ട. അത് കാണിച്ചാൽ ശത്രു പരാജയപ്പെടുത്തില്ല. ഇന്ന് അനേകര് പുറമെയാണ് ശബ്ദം വെച്ചും പലതും കേൾപ്പിക്കുന്നത്. അവരങ്ങ് കേൾക്കട്ടെന്ന് പറഞ്ഞ രീതിയിൽ കാണിക്കുന്നത്. പരാജയം അവിടെയാണ്. പുറമെയല്ല കാണിക്കേണ്ടത്, പുറമെയുള്ളതെല്ലാം അടയ്ക്കണം. പുറമെയുള്ളതെല്ലാം അടയ്ക്കണം. പുറമേ ഒന്നും കാണിക്കരുത്. ദൈവജനം ഈ ദിവസങ്ങൾ മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ ശക്തിപ്രകടനം നടത്താൻ വേണ്ടി പലരും ഇറങ്ങുകയാണ്. ഞങ്ങളും എണ്ണത്തിൽ കുറഞ്ഞു വരുന്നതല്ല എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. എന്നാൽ ബുദ്ധിമാനായിരിക്കുന്ന ഹിസ്കിയാവ് ചെയ്തെന്നറിയാമോ? എല്ലാം അങ്ങ് അടച്ചു. ഉള്ള നന്മയെല്ലാം ആരും കാണാത്ത വിധത്തിൽ ഒന്നുമില്ലാത്തതിനെ പോലെ അങ്ങായി. എന്നാൽ അവൻ അകത്ത് ദൈവവചനമാകുന്ന പ്രവാചകന്റെ ശബ്ദം, വാക്കുകൾ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ഉറവ തുറന്നു. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ചില കുടുംബങ്ങളിൽ അകത്തുള്ള ഉറവ തുറക്കാൻ പോകുകയാണ്. അതെ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രൗഢിയും പലതും നാം പുറമെ കാണിക്കുന്നവരായിരുന്നു. അത് നമുക്ക് നേട്ടമൊന്നും ഉണ്ടാക്കി തന്നില്ല. അതുകൊണ്ടൊരു പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ അകത്ത് ആത്മാവിന്റെ നദി ഒഴുകുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹിസ്കിയാവിന് അറിയാമായിരുന്നു അതൊരു വിജയമായി തീരുമെന്ന്. ഇന്ന് പകൽ സമയം ശത്രു അറിയാത്ത വിധത്തിൽ നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ കൂട്ടായ്മകളിൽ, ദൈവസഭയ്ക്കകത്ത് വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദൂത് വ്യാപരിക്കുന്നുണ്ട്. തലമുറകളിലൂടെ അത് വ്യാപരിക്കുന്നുണ്ട്. ദുഷ്ടൻ കാണാത്ത വിധത്തിൽ അതിനെ ദൈവം മറച്ചു വെച്ചുകൊണ്ട് തലമുറകളിൽ മേൽ വചനം വ്യാപരിക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ചില ദിവസങ്ങളിൽ ദൈവാത്മാവ് ചിലതിനെ ജനിപ്പിച്ചെടുക്കാൻ പോകുക, ആത്മീയത്തെ ജനിപ്പിച്ചെടുക്കാൻ പോകുക. ശക്തിയില്ലാതിരിക്കുന്ന അവസ്ഥ മാറ്റി ശക്തിപ്പെടുത്തി ചില ആത്മീയ കുഞ്ഞുങ്ങൾ വെളിപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷകർ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പുറമെയുള്ളതെല്ലാം നമുക്ക് ദിവസങ്ങൾ അടയ്ക്കാം. അകത്തെ ഉറവുകൾ തുറക്കാൻ വേണ്ടിയാണ് ഹിസ്കിയാവ് ദൈവത്തിൽ കാത്തിരുന്നത്. ഇവൻ പേടിപ്പിക്കാൻ പോയില്ല, ശത്രുവിനെ പേടിപ്പിക്കാൻ പോയില്ല. ഞങ്ങൾക്ക് വെള്ളം ഒരുപാടുള്ളവരാ, ഞങ്ങൾ അകത്ത് നല്ല ധൈര്യമുള്ളവരാ, ഞങ്ങൾക്ക് നല്ല ഉറപ്പുള്ള പട്ടണമുണ്ടെന്നൊന്നും കാണിക്കാൻ പോയില്ല. ഉള്ളതെല്ലാം അങ്ങ് അടച്ചു. പുറത്തെ നമ്മുടെയും പുറത്തെ പ്രൗഢിയെല്ലാം അങ്ങ് അടയ്ക്കാം നമുക്ക്. അതൊന്നും കണ്ട് ശത്രു ഭയപ്പെടത്തില്ല കേട്ടോ. നീ പുറത്ത് എന്തെല്ലാം കാണിച്ചാലും അവനത് ഭയപ്പെടുന്നത്. കാരണം അവനറിയാം ഇതെല്ലാം നശിപ്പിക്കാനുള്ളതേ ഉള്ളെന്നുള്ളത്. എന്നാൽ അകത്തൊരു ഒഴുക്കുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അകത്തൊരു ഉറവ പൊട്ടിപ്പുറപ്പെടണം. ദൈവത്തിന്റെ വചനം ശക്തിയോടെ വ്യാപരിക്കണം. അത് വ്യാപരിച്ചു കഴിയുമ്പോൾ ഇവിടെ കാണുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ദൈവം ഇടപെട്ടു, ദൈവം ഏറ്റെടുത്തു. നാം ഹൃദയം തകർന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് ഉറവ തുറക്കുവാൻ ഇടയായിത്തീരുന്നു. അനേക അഹങ്കാരികളായി അവർ അവരുടേതായ നിലവാരത്തിൽ പോകുമ്പോൾ ഏലിയും കുടുംബവും അവരുടേതായിട്ടുള്ള അഹങ്കാരത്തിലൂടെ
ദൈവത്തിന് വില കൊടുക്കാതെ പോയി കഴിഞ്ഞപ്പോൾ, അതിന് യാതൊരു വിലയും നിലയും കൊടുക്കാതിരുന്നപ്പോൾ ദൈവത്തിന് അവിടെ സംസാരിപ്പാൻ കഴിഞ്ഞില്ല. ദൈവം സംസാരിക്കണമെങ്കിൽ അവന്റെ സന്നദ്ധിയിൽ വിനയപ്പെടുന്നവരായിരിക്കണം. പ്രൗഢി കാണിക്കുന്നവരെയോടല്ല ദൈവം സംസാരിക്കുന്നത്. മനസ്സിലായല്ലോ? എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്ന് പറയുന്ന പ്രൗഢി കാണിക്കുന്നവരോടല്ല ദൈവം ഇടപെടുന്നത്. ഞങ്ങളെ കൂടുതലെല്ലാം വെട്ടിപ്പിടിക്കാമെന്ന് പറയുന്നവരോടല്ല ദൈവം സംസാരിക്കുന്നത്. ഹിസ്കിയാവ് രാജാവാണെങ്കിലും അവന് കഴിവുണ്ടായിരുന്നെങ്കിലും അവൻ ഈ സന്ദർഭത്തിൽ ദൈവസന്നിധിയിൽ ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു. അവനറിയാം പുറത്ത് വെല്ലുവിളിക്കുന്ന ശത്രു വലുതാണ്, അവന് കഴിവുള്ളതാണ്, അവൻ അനേക രാജ്യങ്ങളെ തകർത്തവനാണ്. എന്നാൽ എൻ്റെ അടുത്ത് അവന് വരാതിരിക്കണമെങ്കിൽ എനിക്ക് പുറമെയുള്ള ഒഴുക്കല്ല വേണ്ടിയത്, അകത്തൊരു ദൈവത്തിന്റെ വചനത്തിന്റെ പരിവർത്തനം ഉണ്ടാകണം. ദൈവം സംസാരിക്കുന്ന ശബ്ദം അകത്തുണ്ടെങ്കിൽ നിന്നെ പിടിച്ചടക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽ സമയം ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ഭവനങ്ങൾ, സഭകളെ പിടിച്ചടക്കുവാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധത്തിൽ ദൈവകൃപയുടെ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവവചനത്തിന്റെ ആധികാരികതയുടെ ശക്തി ഇന്ന് പകൽ സമയം വ്യാപരിക്കുന്നുണ്ട്. അത് സൗഖ്യമായി, അത് വിടുതലായി, അത് ജനിക്കുന്ന വർധനവായി പലതിന്റെ മേഖലകളിൽ ദൈവാത്മ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്നയും പരിഹാസവും കഷ്ടതയുമുള്ള ദിവസമാണെങ്കിലും അതിന്റെ മധ്യത്തിൽ പറയുകയാണ്, പല നന്മകളും കൈവരാനുള്ളതാണ്, എന്നാൽ ലഭിക്കുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുക. അകത്തെ ഉറവ് നീ തുറന്നാൽ, അതെ, നിന്റെ ദൈവമായിട്ടുള്ള ശബ്ദം കേൾക്കാൻ ഹൃദയം തുറന്നാൽ, ദൈവവചനത്തിന് ചെവി ചായച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ദൈവം ആലോചന പറഞ്ഞ് ദിവസങ്ങളിൽ നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നതിന് ദൈവം നൽകും. നശിപ്പിക്കുമെന്നും ഇല്ലാതാക്കുമെന്നും നീ ഒന്നുമല്ല, നിന്റെ പ്രാർത്ഥന കൊണ്ട് പ്രയോജനമില്ലെന്ന് പറയുന്ന, വാദിക്കുന്ന, ദൈവത്തിൽ ആശ്രയിച്ചാൽ പ്രയോജനമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സന്നാഹമൊരുക്കി നിന്ന ചൊരിഞ്ഞ സൻഹേര്യവും കൂട്ടരെയും ദൈവം പരാജയപ്പെടുത്തിയതിനെ കുറിച്ച് പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവശബ്ദം അകത്ത് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ അത് വിടുതലായി തീരുവാനിടയായി തീർന്നു. അതല്ലേ ഇവിടെ സംഭവിച്ചത്? അതാണ് ഇവിടെ സംഭവിച്ചത്. അവൻ ഹിസ്കിയാവ് രാജാവിന്റെ ഭൃത്യന്മാർ യെശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവിനോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടതെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അശ്ശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട. ദൈവശബ്ദം ആദ്യമേ നമ്മളോട് സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. സാത്താൻ അവന്റെ സന്നാഹമുയർത്തിയപ്പോൾ നമ്മളെ ഭയപ്പെടുത്തും. അവൻ പറയും, ഈ രോഗം മാറത്തില്ല, ഇത് വലിയ വിഷയമായി തീരും, ഇത് അങ്ങനെയായി തീരും, ഇനി ഇതിന് വിടുതലില്ല, ഈ കേസ് തീരത്തില്ല, ഈ പ്രശ്നം തീരത്തില്ല, ഈ കടം തീരത്തില്ല, ഈ ദുഃഖം തീരത്തില്ല, ഈ വിഷയം തീരത്തില്ല, നിന്റെ കുഞ്ഞിന് കല്യാണം നടക്കത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് തലമുറ ഉണ്ടാകത്തില്ല, ജോലി ലഭിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തും. എന്നാൽ ദൈവം എന്താ പറഞ്ഞെന്താ? ഈ അകത്തെ ഉറവ തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കഥ പറയുകയാണ്, അശ്ശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായ, ദൈവം പറഞ്ഞു, നിന്നെയല്ല നിന്ദിച്ചത്, എന്നെയാ നിന്ദിച്ചത്. ആരാധിക്കുന്ന ദൈവജനത്തെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് പകർച്ചയും മനസ്സിലാക്കിക്കൊള്ളുക. കർത്താവ് പറഞ്ഞു, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. അതെ, നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ, ആ ദൈവത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ ആ നിന്ന് മുഴുവനും ക്രിസ്തുവിന്റെ മേലാണ് വീഴുന്നത്. അവിടെ നിന്ന് വഹിക്കുന്നവരായി, അവിടെ നിന്ന് ചുമന്നുകൊണ്ടാണ് നാം പാളയത്തിന് പുറത്തേക്ക് പോകുന്നത്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന മുഖാന്തരമായി, അവനെ ആരാധിക്കുന്ന മുഖാന്തരമായി നിന്ന് നാം വഹിക്കുന്നുണ്ട്. അവനെ സ്വീകരിക്കാൻ വേണ്ടി നിന്ന് ചുമന്നുകൊണ്ട്, ക്രിസ്തുവിന്റെ നിന്ന് ചുമന്നുകൊണ്ടാണ് നാം പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, മിസ്രൈമിലെ നന്മയേക്കാൾ ദൈവത്തിന്റെ ജനത്തോട് കക്ഷ സഹിക്കുന്നത് മോശ തെരഞ്ഞെടുപ്പാട്ടിടയാത്തുന്നു. നിന്ദിക്കപ്പെടുന്നവരുടെ കൂടെ, അടിമകളോടുകൂടെ ചേരുവാൻ മോശ തീരുമാനമെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് മിസ്രയീമിന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് മോശ എണ്ണി. എന്ന പകർച്ചം പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തെ വേണ്ടി നിന്നിട്ട് നിന്ദിക്കപ്പെട്ടു കഴിഞ്ഞാൽ
അതേ സ്ഥലത്ത് നീ മാനിക്കപ്പെടും, നീ ആദരിക്കപ്പെടും. അതേ, നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശു കർത്താവിന് വേണ്ടി നിന്ന് സഹിച്ച ഒരു വ്യക്തി പോലും മാനിക്കപ്പെടാതെ പോയിട്ടില്ല. അവർ ആദരിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. നിശ്ചയമായിട്ടും അവർ ആദരിക്കും. ഹിസ്കിയാവ് അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ദൈവനോട് പറഞ്ഞു, നീ ഭയപ്പെട്ടു പോകേണ്ട, ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും. കർത്താവ് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ അവൻ്റെ മനോവിഭ്രമം വരുത്തും. അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവന്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും എന്ന് പറയിച്ചു. കർത്താവ് ദൂത് പറഞ്ഞു. അകത്തുള്ള ദൂത് അകത്തുള്ള ഉറവ തുറന്നു കൊടുത്തു. ദൈവം സംസാരിച്ചു, നീ ഭയപ്പെടുകയൊന്നും വേണ്ട. നിന്നെയല്ല നിന്ദിച്ചത്, അത് എന്നെയാണ് നിന്ദിച്ചിരിക്കുന്നത്. ആരാധിക്കുന്നവനെ നിന്ദിച്ചാൽ ദൈവം പറയും, ആരാധിക്കപ്പെടുന്ന ക്രിസ്തുവിനെയാണ് നിന്ദിക്കുന്നത്. ദൈവം ആ യുദ്ധം ഏറ്റെടുത്തു. അതിലൂടെ അവനെ ഞാൻ മടക്കി അയച്ചോളാം, നീ ഭയപ്പെടാതെ. റാബ്ഷേക്ക മടങ്ങിച്ചെന്ന് അശ്വർ രാജാവിനോട് യുദ്ധം ചെയ്യുന്ന കണ്ടു. അവൻ ലാഗേഷ് വിട്ടുപോയി എന്ന് കേട്ടിരുന്നു. കൂശ് രാജാവായ തിർഗക്ക തന്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ പിന്നെ ഹിസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറയിച്ചതെന്നാൽ, നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത്, യെരൂശലേം അശ്വരാജന്റെ കയ്യിൽ ഏൽപ്പിച്ച് കളയുകയില്ല എന്ന്. നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ ചതിക്കരുത്. അശ്വരാജാവാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയത് നീ കേട്ടിട്ടുണ്ടല്ലോ. നീ ഒഴിഞ്ഞു പോകുമോ എന്ന് ചോദിക്കുക, നീ രക്ഷപ്പെടുമോ എന്ന് വീണ്ടും ചോദിക്കുക. ദൈവം സംസാരിച്ചിട്ട് പോലും ശത്രു വീമ്പിളക്കുക. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുക, ദൈവമാണ് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത്. ഈ പ്രശ്നം തീർന്നില്ല. നിന്ദിച്ച് പരിഹസിച്ച സ്ഥലത്തുനിന്ന് ആ വിഷയം പരിഹരിക്കപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് വന്നില്ല. എന്നാൽ ഇവന് മടങ്ങിപ്പോകേണ്ടതായിട്ടുള്ള സമയം വന്നപ്പോഴും ഇവൻ വല്ലാത്ത വീമ്പിളക്കുകയാണ്. അത് പറയാണ്, ഈ ഓരോ സ്ഥലത്തുള്ള ആൾക്കാരെ നോക്ക്, അവരെയൊക്കെയും ഞാനല്ലേ നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവൻ വീണ്ടും പരിഹാസത്തിന്റെ കാര്യങ്ങളെ ഒരുക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വാക്തത്വം ലഭിച്ചു. പറഞ്ഞു, അവൻ മടങ്ങി വരത്തില്ല, അവനെ വിഭവം വരുത്തി അയച്ചു കളയുന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും തന്നെ ഈ പരിഹാസം കൂടിയപ്പോൾ അവിടെയും ഹിസ്കിയാവ് മടുത്തുപോയില്ല. അവൻ അവിടെയും എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ തുടർന്ന ഭാഗം നമ്മളൊരു പക്ഷേ അതിന്റെ പ്രാരംഭഭാഗമേ വായിക്കുകയുള്ളൂ. ഒരു വിഷയത്തിന്റെ പരിഹാരം ഉണ്ടായി വരുമ്പോൾ ദൈവം സംസാരിച്ചു, അത് കേട്ടു. പക്ഷെ അത് കണ്ടുകൊണ്ട് നമ്മുടെ വിഷയത്തിന് പരിഹാരമായെന്ന് വിചാരിക്കരുത്. വീണ്ടും അതേ രീതിയിലുള്ള നിന്ദകളും പരിഹാസങ്ങളും എഴുന്നേൽക്കും. എന്ന് പറഞ്ഞാൽ ഈ തീച്ചൂടുടെ മടങ്ങ് 7 മടങ്ങ് കൂട്ടുന്ന പോലെ അവൻ വീണ്ടും കൂട്ടും. അവൻ പരാജയപ്പെടത്തില്ല. അവൻ പറയുകയാണ് ഇങ്ങനെയാ പറഞ്ഞ, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ഹമാത്ത് രാജാവും അർഫാദ് രാജാവും സഭയും പട്ടണം ഹേന യുവ എന്നിവയൊക്കെ രാജാക്കന്മാരുന്നു. എവിടെ? ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി. ഈ പറയുന്ന മറ്റൊരു എഴുത്ത് വരികയാണ്. ഇവിടെ ദൈവത്തിന് ആലോചന ലഭിച്ചിട്ടും വീണ്ടും എഴുത്ത് വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഇവിടെ വിജയമാണ്, എല്ലാം നേരെയായെന്ന് പറയുമ്പോൾ മറ്റൊരു എഴുത്ത് വരിക, നിന്ദിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് വാക്കല്ല എഴുത്തയക്കുക. ഇതുമായിട്ട് ഹിസ്കിയാവ് ചെയ്യുന്നത് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നദ്ധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചെന്നാൽ, ഗരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. ഇവിടെ ഈ പ്രശ്നം ദൈവശബ്ദം കേട്ടിട്ടും യെശയ്യാവിന്റെ വചനത്തിലൂടെ ദൈവം സംസാരിച്ചെങ്കിലും മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞെങ്കിലും ഇവൻ വീണ്ടും പ്രാർത്ഥിക്കുന്ന ആശ്രയിക്കുന്ന ഹിസ്കിയാവിനെ മൗനമാക്കുവാൻ, അവനെ ഇല്ലാതാക്കുവാൻ, അവനെ ഭയപ്പെടുത്തുവാൻ വേണ്ടി അവൻ എഴുത്തയച്ചതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പതറിപ്പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ദൈവസന്നിധിയിലാണ് നാം നിൽക്കുന്നത്. നമ്മെ എങ്ങനെയെങ്കിലും നമ്മുടെ ആശ്രയം ഇല്ലാതാക്കാൻ വേണ്ടി ശത്രു പ്രവർത്തിക്കുമ്പോൾ അവിടെ പരാജയപ്പെടുകയല്ല ചെയ്യുന്നത്. ആ വിഷയമായിട്ട് ദൈവസന്നിധിയിൽ നാം ചെന്നു കഴിഞ്ഞാൽ അവിടെ വിടുതലുണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഹിസ്കിയാവ് വിട്ടുകൊടുത്തില്ല. അവൻ ദൈവസന്നിധിയിൽ ആ വിഷയമായിട്ട് ചെന്നു. കേൾക്കണമേ, യഹോവ അശ്വരാജാക്കന്മാരെയും അവിടെ ദേശത്തെ ശൂന്യമാക്കിയത് സത്യം തന്നെ. പറയാണ്, യഹോവേ, അശ്വരാജാക്കന്മാർ ആ ജാതികളുടെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ. പറഞ്ഞ് ശരിയാണ്.
എന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ പരാജയപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത് എനിക്കറിയാം. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്ന നീ ശബ്ദം കേൾപ്പിച്ച ദൈവശബ്ദം കേട്ട ഞാൻ വിശ്വസിക്കുന്നു, അവരെ പോലെയുള്ളവനല്ല നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേരെന്ന് പകർച്ചം വിശ്വസിക്കും? നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവശബ്ദം കേട്ടിട്ടും അത് നടക്കാതെ തടസ്സം വരുമ്പോൾ ഭയപ്പെട്ടു പോകരുത്, ഭീതിപ്പെട്ടു പോകരുത്, പ്രയാസപ്പെട്ടു പോകരുത്. നാം വിചാരിക്കും ഒരു വിജയം കിട്ടിയെന്ന് വിചാരിച്ചതാ. ആമോസിന്റെ മകൻ യെശയ്യാവ് സംസാരിച്ചപ്പോൾ വിചാരിച്ചു ഇപ്പോൾ തന്നെ വിടുതലാണ് വിചാരിച്ചതാ. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. വലിയൊരു എഴുത്ത് ഇവനോട് എതിരായിട്ട് വരികയാണ്. നിന്നെ നശിപ്പിക്കുമെന്നുള്ള ദൂതാണ് അവൻ എഴുതി അയച്ചതെങ്കിലും അത് വാങ്ങിയിട്ട് ഹിസ്കിയാവ് ഭയപ്പെട്ടു പോവുകയല്ല ചെയ്തത്, ദൈവസന്നിധിയിൽ അതിനെ വിടർത്തി. ഇന്ന് പകൽ സമയം ചില വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വിടർത്തി വെച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ചില വിഷയങ്ങളെ നാം എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിന് വിടർത്തി വെച്ച് വർഷങ്ങളായിട്ട് നമുക്ക് നൽകാതിരിക്കുന്ന ചില നന്മകളുണ്ട്. ജനിപ്പാറായിരിക്കുന്ന നന്മകൾ നൽകാതിരിക്കുന്ന ആ പ്രവണത ഇന്ന് പകൽ സമയം ആത്മാവിൽ നാം പല പ്രാർത്ഥനകളിലൂടെ അതിജീവിച്ചു വന്നതാണെങ്കിൽ അത് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തോടെ ആക്കി തീർക്കാൻ വേണ്ടി ശത്രു വീണ്ടും വീണ്ടും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് പകൽ സമയം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം ചെയ്യുന്നത് ദൈവം മുമ്പാകെ അവയെ വിടർത്തി വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവം ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ചവനാണ്. അവൻ ഞങ്ങൾക്ക് ദോഷമായിട്ടൊന്നും ചെയ്യില്ല. ചുറ്റുപാടുകളിൽ പലതും സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ള വിശ്വാസത്തോടെയാണ് ഇവിടെ ഈ പ്രാർത്ഥിക്കുന്നത്. സൻഹേരിവ് നിന്നിപ്പയച്ചിരിക്കുന്ന സൻഹേരിവിന്റെ വാക്ക് കേൾക്കണമേ എന്ന് ഇവിടെ പറയുകയാണ്. ഇവിടെ അശ്വരാജ് പറഞ്ഞിട്ട് പറയുകയാണ്, മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നല്ലോ, ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവം എന്ന ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ആമോസ് മകനായ യെശയ്യാവ് ഹിസ്കിയാവിന്റെ അടുക്കൽ പറഞ്ഞു തന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, നീ അശ്വരാജാവായ സൻഹേരീബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. ദൈവം പറഞ്ഞു, ഈ രണ്ടാമത് വിഷയം ഉണ്ടാക്കി വന്നപ്പോഴും അവൻ കത്തയച്ച് നിന്നെ ഭയപ്പെടുത്തിയപ്പോഴും നീ പതറിപ്പോകാതെ എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു എന്ന് ദൂത് മനസ്സിലായി വിചാരിക്കുന്നു. പല ആവർത്തി പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അത് പരാജയം കണ്ടിട്ട് അതിനൊരു മറുപടി കിട്ടാതിരിക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുക. നീ ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ദാസന്മാരുടെ വചനങ്ങളിൽ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ട് ദൈവം പറയുക, നീ പരാജയപ്പെട്ടു പോകുകയില്ല. ആമോസിനോട് പറഞ്ഞു പ്രകാരം അള്ളിച്ചാൻ പറഞ്ഞു, സൻഹേരീവ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചാൻ കേട്ടു, അവനെ കുറിച്ച് യഹോവ അരുളിച്ചെയ്തതെന്നാൽ സീയോൻ പുത്രിയായ കന്യക നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു, യെരൂശലേം പുത്രി നിന്റെ പിന്നാലെ തലകൊലുക്കുന്നു. കർത്താവ് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ നീ നിന്ദിച്ച ഈ ദേശത്തുള്ള സീയോൻ പുത്രിമാരുണ്ടല്ലോ, അവിടെ കന്യക നിന്നെ നിന്ദിച്ച് പരിഹസിക്കാൻ പോവുക. അതെ, ദൈവം പറഞ്ഞു, നിങ്ങളെ പരിഹസിച്ചെങ്കിൽ അതിന് പകരമായിട്ട് പരിഹസിക്കത്തക്ക രീതിയിൽ ചില കാര്യങ്ങളെ ദൈവം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അകത്ത് പ്രവർത്തിപ്പാൻ പോവുക. അകത്ത് ദൈവവചനത്തിന്റെ ഒഴുക്കുണ്ടായെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിഹസിക്കുന്നതിന് മുമ്പിൽ പരിഹസിക്കപ്പെടുകയല്ല, അവർ തന്നെ പരിഹാസപാത്രമായി തീരുമെന്നാണ് ദൈവാത്മാവിടെ പറഞ്ഞിരിക്കുന്നത്. നീ ആരെയാകുന്നു നിന്നിച്ച് ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ചപൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിസ്ഥിതി വിരോധമായിട്ട് തന്നെയല്ലോ. നിന്റെ ദൂതന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു. എന്റെ അസംഖ്യരഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സർവവൃക്ഷങ്ങളെ ഞാൻ മുറിക്കും. അതിന്റെ അറ്റത്തെ പാർപ്പിടം വരെയും ചെഴിപ്പുള്ള കാട് വരെയും ഞാൻ കടന്നു ചെല്ലും. ഞാൻ അന്യജലം കുഴിച്ചെടുത്ത് കുടിക്കും. എന്റെ കാലടികളാൽ മിസ്രൈമിലെ സകല നദികളെ വറ്റിക്കുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ ദൈവം അങ്ങോട്ട് ദൂത് പറഞ്ഞു. എന്നൊക്കെയാണ് എൻ്റെ മനോഹര ഇതൊക്കെയാണ് സംഗതി. ഇതൊക്കെയാ ഇവന് ഇവിടെ വന്ന് ഈ വാക്കുകളൊക്കെ പറഞ്ഞ് ഇവരെ വഞ്ചിച്ച് അതിലെന്നൊക്കെ പറയും. അതുകൊണ്ടല്ല, അന്യജലം ഞാൻ കുഴിച്ചെടുത്ത് കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനോഹരത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതൊന്നും നടക്കത്തില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവോടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പൂർവ്വകാലത്ത് എന്ന പോലെ അതിനെ നിർമ്മിച്ചെന്ന് നീ കേട്ടിട്ടില്ലയോ? നീ ഉറപ്പുള്ള പട്ടണങ്ങളെ ശൂന്യകുമാരനാക്കുവാൻ
ഞാനിപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലമായി അമ്പരന്നു പോയി. അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പ് കഴിഞ്ഞുപോയ ധാന്യവും പോലെ ആയിത്തീർന്നു. എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപപ്പാന്തും ഞാൻ അറിയുന്നു. എന്റെ നേരെയുള്ള നിന്റെ കോപപ്പാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിലെത്തിയിരിക്കുന്ന കൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൻ നിന്റെ അധരങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് നിന്നെ മടക്കി കൊണ്ടുപോകും. കർത്താവ് പറഞ്ഞു, ഇവനെ മടക്കി കൊണ്ടുപോകുമെന്ന്. കർത്താവ് പറഞ്ഞു, ഇങ്ങോട്ട് വന്ന ശൂരപരാക്രമയായിരിക്കുന്നവരെ ദൈവം പറഞ്ഞു, ഞാൻ അവനെ കൊളുത്തിട്ട് കൊണ്ടുകൊള്ളാമെന്ന്. അവനോട് കൂടെ അങ്ങനെ തന്നെ ദൈവം അവനെ അത് ചെയ്യുവാനായിട്ട് അവനെ അവിടുന്ന് മടക്കി കൊണ്ടുപോകാനും അവൻ വെല്ലുവിളിച്ചിരുന്ന ആ പാളയത്തിൽ ദൈവ സംഹാരം ഐക്യം ചെയ്യുന്നതോട് പറഞ്ഞു, അവിടെ ഞാൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എഴുകയില്ല. ഞാൻ വായിച്ചത് 19-ാം അധ്യായം 2 രാജാക്കന്മാരുടെ 19-ാം അധ്യായം 32-ാം വാക്യമാണ്. അതുകൊണ്ട് യഹോവ അശ്വരാജാവ് ഇപ്രകാരം ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരമ്പ് അവിടെ എഴുകയില്ല, അതിന്റെ നേരെ പരിചി കൂടി വരികയുമില്ല, അതിന് നേരെ വാട കോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയില്ല. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദ് നിമിത്തവും ഞാൻ ദേശത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നുകളഞ്ഞു. ദൈവം വലിയൊരു ചെയ്തു. വലിയൊരു സൈന്യമായിട്ട് കടന്നതാ, വലിയ ശക്തിയോടുകൂടി വന്നതാ. ഹിസ്കിയാൻ അറിയാമായിരുന്നു ദൈവത്തിന് മാത്രമേ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. എന്ന പകർസമയം ദൂതന്റെ കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത്? നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പകർസമയം എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? അതെ കർത്താവെ, എൻ്റെ കഴിവുകൊണ്ട് ഇത് കഴിയത്തില്ല. കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ അശ്വരാജാവിനെതിരെ അവൻ തന്നെ യുദ്ധം ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ നോക്കുന്ന 1,85,000 യുദ്ധ സന്നാഹത്തെ നശിപ്പിച്ചെങ്കിൽ അതിന്റെ പിൻപിൽ എത്ര വലിയ പ്രവൃത്തിയാണെന്ന് രാത്രി ദൈവം ചെയ്തത്. ഇതിനെ ഹിസ്കിയാവ് തനിയെ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിച്ചത്. അന്ന് 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശ്ശൂർ രാജാവ് സൻഖേരീവ് യാത്ര പുറപ്പെട്ടു, മടങ്ങിപ്പോയി, നിനേവയിൽ പാർത്തു. പരാജിതനായി സൻഖേരീവ് മടങ്ങിപ്പോയി. അവനോടുകൂടി ഇങ്ങോട്ട് ഈ പട്ടണം പിടിക്കാൻ വന്ന യെരൂശലേം ആകുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദേശത്തെ, ദൈവത്തിന്റെ ജനത്തിന്റെ ദേശത്തെ ഭയപ്പെടുത്തി പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കടന്നു വന്ന് അവരെ ദൈവത്തിന് അകറ്റാൻ വേണ്ടി വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് പ്രവർത്തിച്ച സൻഹേരീവ് നിരാശനായി ദുഃഖിതനായി മടങ്ങിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മടങ്ങിപ്പോകാൻ കാരണം? ഒരൊറ്റ രാത്രിയിൽ അവൻ പ്രതീക്ഷിക്കാത്തത് ദൈവം ചെയ്തു. ഇന്ന് ഈ ദിവസത്തിൽ ഞാൻ ദൂത് ഇവിടെ ഇതിനോടൊരു ബന്ധത്തിൽ പറയുമ്പോൾ, നമ്മുടെ ദൈവത്തിന് ഒരൊറ്റ രാത്രി മതി ഏതു വിഷയത്തെയും ഇല്ലാതാക്കി കളയാനായിട്ട്. അവിടെ തമ്പടിച്ചു കിടന്നിരുന്ന 1,85,000 പട്ടാളക്കാരെ ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ ശവങ്ങളാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പകൽ സമയം എത്ര വലിയ പ്രശ്നമാകട്ടെ, അതിന് ഒന്നിനു പുറകെ ഒന്നായി നമുക്കെതിരെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയം വരട്ടെ, അവിടെയെല്ലാം ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആശ്രയിക്കേണ്ടവനിൽ ആശ്രയിച്ചാൽ മതി. ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാകുന്നവനായി തീരാമെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കും, ഇടപെടും. അതെ, നാം പരാജയപ്പെടുകയില്ല. സൻഹേരീവ് വന്നതുപോലല്ല അവൻ മടങ്ങിപ്പോയത്. അവന് വില്ല് കൊലയ്ക്കുവാൻ കഴിവുള്ള ശക്തന്മാരായിരിക്കുന്നവരോട് ഉണ്ടായിരുന്നു. എന്നാൽ അബദ്ധത്തിൽ പോലും ഒരു വില്ല്, ഒരു പടയാളി പോലും യഹൂദയ്ക്ക് നേരെ അയക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അവിടെ സംരക്ഷണ കവചമൊരുക്കിയെങ്കിൽ ഇന്ന് പകർച്ചം ആത്മാവ് വിളിച്ചു പറയുക, ഇവിടെ രാജ്യങ്ങൾ അവരുടേതായ സംരക്ഷണ കവചങ്ങൾ ഒരുക്കാറുണ്ട്. എന്നാൽ ദൈവം ഒരുക്കുന്ന സംരക്ഷണം ഒരുക്കിക്കഴിഞ്ഞാൽ ഒരുത്തിന് പോലും അബദ്ധത്തിൽ പോലും ഒരു അമ്പെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ
ദൈവം അവിടെ സംരക്ഷണ കവചം ഒരുക്കി. അങ്ങനെ അന്ന് സൂക്ഷിക്കാൻ കഴിഞ്ഞ കർത്താവിന് നമ്മയും സൂക്ഷിക്കാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, നമ്മുടെ കർത്താവിന് അത്ഭുതം ചെയ്യും. 1,50,000 പേരോട് മരിച്ചു വേണമെങ്കിൽ അവരിൽ ഒരൊറ്റ എണ്ണത്തിന് പോലും ഒരമ്പ് പോലും എയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം അതിനെ മടക്കിക്കളയാൻ കാരണമാറ്റുന്നത് ഹിസ്കിയാവ് ദൈവത്തോട് സംസാരിച്ചത് കൊണ്ടാണ്. ദിവസങ്ങളിൽ നീ ദൈവത്തോട് സംസാരിക്കുന്ന വ്യക്തിയായിത്തീര്, ദൈവമായിട്ട് ഇടപെടുന്ന വ്യക്തിയായിത്തീര്. നമുക്കെതിരെയുള്ള ഏത് പ്രശ്നത്തെയും പരിഹരിക്കാം എന്ന് ഇന്ന് ഇത് മുഖാന്തരം ആത്മാവിൽ ദൂത് പറയുക. എത്ര വിശ്വസിക്കുന്നു? ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. നമുക്കെതിരെ എത്ര വലിയ വിഷയം ഉണ്ടായാലും, എത്ര വിഷയങ്ങൾ സ്തംഭടിച്ചാലും അതിനെ കണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദിവസങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ച് അവന്റെ ശബ്ദം കേട്ടാൽ മതി, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അന്ന് ആ രാത്രിയിൽ ദൈവം പ്രവർത്തിപ്പാനിടയായിരുന്നു. ഹിസ്കിയാവ് ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. അവൻ ചെയ്തത് ദൈവസന്നിധിയിൽ അവന്റെ ഹൃദയത്തെ പകർന്നു. ദൈവസന്നിധിയിൽ അവൻ ഉറവയായി ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. അവന്റെ രാജ്യത്തെ ദൈവം രക്ഷിപ്പാനിടയായിരുന്നു. ദൈവത്തിന് സൈന്യത്തെ കൊന്നുകളയാൻ കഴിയും, മുടിച്ചു കളയാൻ കഴിയും, യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ ദൈവം ചെയ്തത്, സൻഹേരി വിചാരിച്ചത്, യുദ്ധം ചെയ്താൽ ജയിക്കാൻ കഴിയാത്ത ഈ യഹൂദ ജനത്തെ കൊന്നുപിടിക്കാൻ വേണ്ടി അവൻ വാക്കുകൾ ഉപയോഗിച്ച് അവൻ ആശ്രയിച്ചിരുന്ന ദൈവത്തിൽ നിന്ന് അവരെ അകറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് ഇടം കൊടുക്കാതെ, അതിന് വശംവദരായി തീരാതെ ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിച്ച മുഖാന്തരമായി, യെശയ്യാ പ്രവാചകൻ അവരെ ശക്തിപ്പെടുത്തിയ മുഖാന്തരമായി, ദൈവത്തിൽ അവർ സ്ഥിരമായി ആശ്രയിച്ചതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇന്നും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം നമുക്കെതിരെ വാടകോരിയിരിക്കുന്ന ശക്തിയായിരിക്കുന്ന ചില ബന്ധനങ്ങളെ, ചില ശക്തികളെ ദൈവാത്മാവ് എഴുന്നേറ്റ് അതിനെ ഇല്ലാതാക്കി സ്വതന്ത്രമാക്കുവാൻ, ദൈവപ്രവൃത്തി അയക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാക്കി തീർക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയാ ഹിസ്കിയാവ് ചെയ്ത്? ഇത്രയേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവനായ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽസമയം ഇതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കണമെങ്കിൽ നാം ദൈവത്തിന് കൊള്ളാവുന്നവരായിരിക്കണം. അത് മുഖാന്തരമായി മനുഷ്യർക്കും കൊള്ളാവുന്നവരായിരിക്കണം. ഹിസ്കിയാവ് മുഖാന്തരമായി അവൻ ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് ചെയ്തു. അത് യഹൂദയ്ക്കും പ്രയോജനമായത് ചെയ്തു. യഹൂദയ്ക്കും അത് ലാഭകരമായി തീരുവാൻ കഴിയാത്തിരുന്നു. അവർക്കും അത് പ്രയോജനമായിത്തീർന്നു. അപ്പോൾ ഒരുവൻ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയും. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അത് അവനും അവന്റെ രാജ്യത്തിനും ഗുണകരമായി തീർന്നതുപോലെ ശമൂവേലിന്റെ കാലത്ത് ആരും ദൈവശബ്ദം കേൾക്കുവല്ലാതിരുന്നപ്പോൾ ദൈവം ഒരുവനെ കാണുവാനിടയായി തീർന്നു. അവനെ വളർത്തിക്കൊണ്ടുവന്നത് അത് വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി തീർന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനും മനുഷ്യർക്കും ഇഷ്ടമുള്ളവരായി ജീവിക്കാമെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. ഏലിയുടെ കുടുംബത്തിൽ വളർന്നു വന്നവര് മനുഷ്യർക്ക് ഗുണകരമായിരുന്നില്ല. അവിടെ വരുന്നവരുടെ അവരുടെ തലമുറകൾ ദൈവത്തെ നിന്ദിച്ച മുഖാന്തരമായി ദൈവത്തിന് പ്രസാദമില്ലാത്തവരായിരുന്നു, മനുഷ്യർക്കും പ്രസാദമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 3-ാം അധ്യായം പ്രകാരം പറയുന്നത്, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായിരുന്നു. ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളതെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അവൻ വിശ്വസ്തനായിരുന്നു, മനുഷ്യരുടെ ഇടയിലും അവനൊരു ദാസനായിരുന്നു. അവന്റെ അഹങ്കാരം കാണിച്ചില്ല. ഞാനൊരു പുരോഹിതനാണെന്നോ അല്ലെങ്കിൽ ആണെന്നോ ഉള്ള ഒരു അഹങ്കാരവും കാണിക്കാതെ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവനായി വളർന്ന ശമൂവേലിനെ ദൈവം വിളിച്ച സന്ദർഭമാണ് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ദൈവത്തിന് സംസാരിപ്പാൻ വേണ്ടി, അന്ന് ദൈവത്തിന് വചനം പറയാൻ വേണ്ടി ആളില്ലാതെ, നമുക്കറിയാം ചരിത്രങ്ങളെ പഠിക്കുമ്പോൾ, യഹൂദ രാജാക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കാത്തവർ ഒരുപാട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെയും നിരാശരായി, ദുഃഖിതരായി, വല്ലാതെ തകർന്നു പോയിട്ടുണ്ട്. അവിടെ ദേശം അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഹിസ്കിയാവ് ദൈവത്തിനും മനുഷ്യനും കൊള്ളാകുന്നതിനായി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവന് വേണ്ടി എഴുന്നേറ്റു. ദൈവശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ ദൈവശബ്ദം കേട്ടുകഴിഞ്ഞാൽ
നീ പരാജയപ്പെടുകയില്ല, നമ്മൾ പരാജയപ്പെടുകയില്ല, ദൈവസഭ പരാജയപ്പെടുകയില്ല, ദൈവമക്കൾ പരാജയപ്പെടുകയില്ല. നമുക്ക് ആവശ്യമായത് ദൈവത്തിന്റെ ശബ്ദം ഓരോ സമയാസമയങ്ങളിൽ കേൾക്കുകയാണ്. വിഷയങ്ങൾ വരുമ്പോൾ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ വിഷയത്തിന്മേൽ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ, ഈ വിഷയത്തിന്മേൽ ഒരു പരിഹാരം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായിട്ടും നമ്മളോട് സംസാരിക്കും. ഈ ബാലൻ വളർന്നു വന്നു. അവൻ ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായെന്ന് പറഞ്ഞാൽ ദൈവത്തിന് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ കേൾക്കുവാൻ ആരുമില്ലാത്തൊരു കാലം. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ശബ്ദം ഒരു ചെവിയിലേക്ക് പകർന്നു കൊടുക്കണമായിരുന്നു. കാരണം ദൈവം നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. എന്നാൽ ദൈവം കണ്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവനെ ദൈവം വളർത്തിക്കൊണ്ടു വന്നിരുന്നു. അവനാണ് ശമൂവേൽ. അവൻ വളർന്നു വന്നത്, അവൻ കിടന്നത് ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്നിടത്ത് വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. അവൻ പോയി കിടന്നത് വിളക്ക് കിടന്നതിന് മുമ്പ് അവൻ പോയി കിടക്കുമായിരുന്നു. വിളക്ക് കത്തിക്കേണ്ട ദൈവത്തിൽപ്പെട്ട ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. ഇവിടെ വിളക്ക് കിടാൻ പാടില്ലാത്തതാ. പക്ഷേ അതെല്ലാം അവഗണിക്കപ്പെട്ടൊരു കാലം. രാത്രി മുഴുവനും ദൈവത്തിന്റെ വിളക്ക് നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കേണ്ടതാ. പക്ഷെ അതിനൊന്നും മുഖവില കൊടുക്കാതെ ആ ഒരു സമയമായപ്പോൾ ഈ ശമൂവേലിന് അറിയാമായിരുന്നു വിളക്ക് കെടും. അതിനു മുമ്പായി അവൻ പോയി കിടക്കുവാൻ ഏർന്നു. അവൻ അവിടെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പ് ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ചെന്നു. 3 പ്രാവശ്യം ഇവനെ ദൈവം വിളിച്ചു. 3 പ്രാവശ്യം ബാലനായിരിക്കുന്ന ശമൂവേൽ ഓടിച്ചെന്നു. പക്ഷെ 3ാമത്തെ പ്രാവശ്യം എലീശയ്ക്ക് ഈ ഏലിക്ക് മനസ്സിലായി ഇത് വിളിക്കുന്നത് ദൈവമാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ശമൂവേലിനോട് 9ാം വാക്യം, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളിച്ചേണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏലിക്കറിയാം ദൈവം സംസാരിക്കുമെന്ന്. എന്തുകൊണ്ടാണ് ഏലിയെ വിളിക്കാതിരുന്നത്? അതിന് മുമ്പിൽ ദൈവം തന്റെ പ്രവാചകനെ അയച്ചിരുന്നു. 2ാം അധ്യായം അതിന്റെ 27 വാക്യങ്ങൾ, അതിന്റെ ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത് യഹോവ ഇപ്രകാരം അരുളിച്ച്. ദൈവം സംസാരിച്ചതാ. ദൈവം സംസാരിച്ചിട്ടും അവനെ അവഗണിച്ചു കളഞ്ഞു. നമ്മൾ വിചാരിക്കരുത് ദൈവം സംസാരിക്കാതിരുന്നു എന്നല്ല. ദൈവം സംസാരിച്ചു, ഒരു പ്രവാചകനെ വിട്ട് സംസാരിച്ചു. പക്ഷെ അവനെ അവഗണിച്ചു. അപ്പോൾ ദുർലഭമായി തീർന്നു. ദൈവനെ കേൾക്കാൻ വഴിയില്ലാതിരുന്നപ്പോൾ ദൈവം ബാലനായിരിക്കുന്ന ശമൂവേലിനെ വിളിപ്പാട്ടിടയായി തീർന്നു. ഈ കാലഘട്ടത്തിൽ അനേകർ ദൈവം അയക്കുന്ന ദൈവത്തിന്റെ ദൂതുകളെ കേൾക്കാതിരിക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നതായി വളരുന്നവരെ ദൈവം ഓരോ സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ദൈവത്തോട് സംസാരിക്കും. ഇനിയും നിന്നെ അവൻ അടിയൻ കേൾക്കുന്ന പറയാനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തന്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ തന്നെ ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളിച്ചേണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവം സംസാരിക്കാൻ വേണ്ടി ഒരുവനെ നോക്കിയിരിക്കുകയായിരുന്നു. അവന് ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വിചാരിക്കും ഏലിയായിരിക്കുമെന്ന്. ഞാൻ പറയട്ടെ, അവിടെ അത്രമാത്രം വളരെയധികം ദൈവത്തിന് അകന്നു പോയൊരു കുടുംബമായിരുന്നെങ്കിലും ഈ ശമൂവേൽ ഒരിക്കലും അവരെ നിന്ദിച്ചില്ല. ആ എലി പ്രവാചകനെ നിന്ദിച്ചില്ല. ദൈവത്തിന് പ്രവാചകനെന്ന പുരോഹിതൻ എന്ന നിലയിലുള്ള വിലയും നിലയും എല്ലാം ശമൂവേൽ കൊടുത്തിരുന്നു. അവനെ നിന്ദിച്ചിരുന്നില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എലിയുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾ കണ്ടിട്ടും ശമൂവേൽ ഒരിക്കലും അവരെ നിന്ദിച്ചില്ല. അവർ മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാതനായതുകൊണ്ട് നിൽക്കുന്നിടത്ത് അവൻ വിശ്വസ്തനായിട്ട് തന്നെ നിന്നു. ഏലി പുരോഹിതന്റെ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷക്കാരായിട്ട് നിന്നത്. അവൻ ഒരിക്കലും ഏലിയോട് എതിർക്കാൻ പോയില്ല. എന്നാൽ ദൈവം അവനെ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാനിടയായി തീർന്നു. അടിയൻ കേൾക്കുന്നു. ഇന്ന് പകൽ സമയം ശമൂവേൽ പറഞ്ഞതുപോലെ അരുളിച്ചേണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് അതേ ശബ്ദമാ കേൾക്കുന്നത്. അന്ന് ഇസ്രായേലിൽ ദുർലഭമായിരുന്ന സമയത്ത് ആരും കേൾക്കാതില്ലായിരുന്നപ്പോൾ തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചപ്പോൾ കർത്താവ് മീൻപിടുത്തക്കാരായ ചിലരോട് പറഞ്ഞു, അവരോട് സംസാരിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് അന്ന് അവരോട് സംസാരിച്ചപ്പോൾ മറുമലയിൽ വെച്ച് അവരത് കേൾക്കുവാനിടയായി തീർന്നു.
ദൈവത്തെ അറിയാമായിരുന്നു ഇവരത് കേൾക്കുമെന്ന്. എന്നാൽ അത് ദൈവത്തിന്റെ ആലയത്തിൽ ചെന്ന് പുരോഹിതന്മാരോട് പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല എന്നറിയാമായിരുന്നു. ഈ ദിവസങ്ങളിൽ സന്ദർഭങ്ങൾ അത് തന്നെയാ. ദൈവം സംസാരിച്ചാൽ പല പല സ്ഥലങ്ങളിലും ദൈവത്തെ സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവ് നോക്കുന്നത് തന്റെ ശബ്ദം കേൾക്കുവാൻ താല്പര്യമുള്ള ജീവിതങ്ങളെ ദൈവാത്മാവി കാലഘട്ടങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുക. അതെ, ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരായി തീരാമെങ്കിൽ ദൈവശബ്ദം കേൾക്കാം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായിരിക്കുന്നല്ലോ. അതെ, ഈ ഈ കർത്താവ് അവരോട് പറഞ്ഞു, പിതാവാം ദൈവം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തുടർന്നുള്ള കാര്യങ്ങൾ ദൈവം സംസാരിച്ചത് അവന് സംഭവിക്കാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ചാണ്, മരണപുനരുത്ഥാനത്തെക്കുറിച്ചാ. അതിനു മുമ്പ് നാം പറഞ്ഞല്ലോ, കേട്ടവരായവരോട് ദൈവം പറഞ്ഞത് പുതിയ നിയമത്തിന്റെ കാര്യങ്ങളെ പഴയ നിയമത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങളെ സംസാരിച്ചെങ്കിൽ യേശു ക്രിസ്തുവിന് മരണപുനരുത്ഥാനത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചുള്ള മാർമികമായ കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവരോട് ദൈവം പറഞ്ഞത് ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറയപ്പെട്ടിടയാത്തത്. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാകുന്നവരോട് ദൈവം സംസാരിക്കുന്ന ദൂത് ആണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സഭയുള്ള ദൂതായിട്ട് കാണുന്നത്. അവിടെ ദൈവാത്മാ പറഞ്ഞിരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. 7 സഭകളോട് ദൂത് പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. ഇന്ന് പകൽ സമയം ഞാൻ ഈ ദൂത് ഇവിടെ വിരാമിടുവാൻ ആഗ്രഹിക്കുക. ചെവി കൊടുപ്പീൻ എന്ന് പറഞ്ഞ അതേ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തൻ്റെ ശിഷ്യനാണ്, അപ്പോസ്തലന്മാർക്ക് അവർ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വചനങ്ങൾ ദിവസങ്ങളെ സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് കേൾക്കുവാൻ ചെവിയുള്ളവർ കേട്ടിട്ട് ദിവസങ്ങളിൽ മനുഷ്യർക്കും ദൈവത്തിനും പ്രസാദകരമായി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മുടെ മരണാവസാനം വരെയും ദൈവം നമ്മോട് സംസാരിക്കും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയും. അതല്ല, നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ ആ വരവെങ്കിൽ രൂപാന്തരപ്പെടുവാനുള്ള ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കും. ഇന്ന് പകൽ സമയം ഞാൻ സന്ദേശത്തോടെ അവസാനിപ്പിക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതേ പലതും അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പുറമേയുള്ള ഉറവുകൾ അവർ തുറന്നു വിട്ടുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ, ഞങ്ങൾക്കിതെല്ലാം ഉണ്ട്, കഴിവുള്ളവരാണെന്ന് കാണിക്കുമ്പോൾ ഹിസ്കിയാവ് ചെയ്തത് അതെല്ലാം അവൻ അടച്ചു. പക്ഷേ അവനെ ഉറവ ഒന്ന് തുറന്നിരുന്നു. ദൈവമായിട്ട് സംസാരിക്കുന്നത് അവൻ അടച്ചില്ല. അതാണ് നമുക്കും ആവശ്യമാകേണ്ടത്. മറ്റു നമ്മുടെ പ്രൗഢി കാണിക്കുന്നതിനേക്കാൾ എല്ലാറ്റേക്കാൾ ദിവസങ്ങളിൽ ദൈവമായിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ മിടുക്കനാണെന്നോ, ഞാൻ വലിയവനാണെന്നോ, എനിക്കെല്ലാം കിട്ടിയെന്നോ എന്നുള്ള ഒന്നും നമ്മൾ ഈ ദിവസത്തിൽ കാണിക്കാതെ ദൈവത്തിന് നമുക്ക് വിനയപ്പെട്ടുകൊണ്ട് പറയാം, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെടുകയാണ്. ഞങ്ങൾ കർത്താവേ അങ്ങയുമായിട്ട് സംസാരിക്കാനുള്ള ആ ഉറവ് ഒരിക്കലും അടയ്ക്കാതെ ദിവസങ്ങളിൽ പുറമെയുള്ളതൊക്കെ അടച്ചാലും കുഴപ്പമില്ല, പക്ഷേ ദൈവമായിട്ടുള്ള സംസാരം അടയ്ക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് പകൽ സേവിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ പറയുക, നമ്മെ പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവശബ്ദം കേട്ടവർക്കായി ഞാൻ ഇന്ന് പകൽ സമയം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, പുതിയ നിയമത്തിൽ ചെവി കൊടുപ്പിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ചിലരെ വേർതിരിച്ച് ദൈവം മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. അന്നു മുതൽ ഇന്നയോളം എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാക്കുന്നു. അതിൽ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഭാഗ്യമുണ്ടെങ്കിൽ ദൈവശബ്ദം കേൾക്കുന്നവരാ, അവന് ചെവി കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാകുന്നവരാണ്. നാം ദിവസങ്ങളിൽ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളിൽ ദൈവശബ്ദം അധികമായി കേൾക്കുവാൻ കഴിയും. ദൈവം നമ്മോട് സംസാരിക്കുന്നത് പരാജയത്തിന്റെ വാക്കുകളല്ല, ജയത്തിന്റെ കാര്യങ്ങളാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. എന്താണ് അവസാനമായി കർത്താവോട് പറയുന്നത്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും എന്നോട് കൂടിയിരിക്കുമെന്നുള്ളത്. ദൈവദൂതനായി സ്തോത്രം ചെയ്യാം. നമുക്ക് പറയാം, ഹിസ്കിയാ പറഞ്ഞതുപോലെ, ദൈവമേ, നിന്ദയും കഷ്ടതയും ഒക്കെയുള്ള ദിവസമാണ്. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. അതെ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി സർവസൃഷ്ടിയും ഈറ്റുനോവോടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നത്, അതെ, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി സർവസൃഷ്ടിയും ഈറ്റുനോവോടിരിക്കുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ, അതിനുള്ള സമയമായി എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അതിനെ പ്രസവിപ്പാനുള്ള ശക്തി
ശക്തി ഇല്ലാതായിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വരവുകൾ രൂപാന്തരപ്പെടുന്നവരെ തിരുവാനുള്ള ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ, സഭകളിൽ പകരപ്പെടണമേ. അതെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് അടുത്ത് എന്ന് പറയാൻ കർത്താവേ, അതിനായി ഞങ്ങളെ ശത്രു പറയും, നീ ഉയരത്തില്ല, നീ പോകത്തില്ല, നീ പറയുന്നതൊക്കെ വെറുതെയാണ്, നിങ്ങൾ 2000 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, നടക്കത്തില്ല, ഒരിക്കലും അത് സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അതിനുള്ള സമയമായി. യേശുവിന്റെ കകളം ധരിക്കുവാൻ സമയമായി. വെറും ഒരു വാക്കല്ല, പറച്ചിലായിട്ടിടാതെ അവൻ പറഞ്ഞത് അള്ളിച്ച് അത് സംഭവിക്കാൻ പോകുന്നത് കൊണ്ട്, അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നതുകൊണ്ട് പകൽ പറയാം, ഞങ്ങൾ പാടുന്നതും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ കാത്തിരിക്കുന്നതും വൃഥാ വാകയില്ല, അത് സംഭവിക്കും നിശ്ചയം. ഒരു നാൾ ഞങ്ങൾ ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെടും, അവന്റെ കാഹളം ധ്വനിക്കും, അത് ഞങ്ങൾ കേൾക്കും, അന്ന് ഞങ്ങൾ രൂപാന്തരപ്പെടും. അല്ല, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ പുനരുത്ഥാനം പ്രാപിക്കും. ഞങ്ങൾ കേൾക്കുന്നത് ദൈവശബ്ദമാണ്, അതിന് മാറ്റമില്ലാത്തതാണ്. എത്ര നിന്ദിച്ചാലും, നീ എത്ര പരിഹസിച്ചാലും, നീ ഇതുവരെ പോയില്ല എന്ന് ചോദിക്കുമ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്, ശത്രു നീ നിന്ദിച്ചു, പക്ഷേ ഞങ്ങളുടെ നിന്ന മാറ്റി ഞങ്ങളെ അഭിമാനമാക്കി മാറ്റുവാൻ, അത് പ്രശംസയാക്കി മാറ്റുവാൻ, തേജസ്സാക്കി മാറ്റുവാൻ, തേജസ്പുത്രന്മാരാക്കി തീർക്കുവാൻ വേണ്ടി ദൈവാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കുന്നു. യേശു കർത്താവിന്റെ വരവായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ച് അവന്റെ വരവിന് വേണ്ടി രൂപാന്തരപ്പെടുവാൻ വേണ്ടി ഒരുങ്ങാം. ഈ ദിവസങ്ങളിൽ എല്ലാ നിന്ദകളെയും പരിഹാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ശക്തിപ്പെടുവാൻ ദൈവാത്മാവ് ദൂത് പറയുക. ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ ഇട്ടുകൊണ്ട് വെല്ലുവിളി ഉയർത്തുമ്പോഴും അതിന്റെ മധ്യത്തിലും വീണ്ടും നാം പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവന് ഒരു രാത്രി കൊണ്ട് 1,85,000 സൻഹേരിവിന്റെ യുദ്ധ സന്നാഹത്തെ ഇല്ലാതാക്കി ഒരമ്പ് പോലും അവിടേക്ക് യഹൂദദേശത്തേക്ക് അയക്കാതിരിക്കാൻ ദൈവത്തിന് സംരക്ഷണം ഒഴുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകർച്ചയാത്മാവ് വിളിച്ചു പറയുക, നമ്മുടെ തലയിലെ ഒരു മുടി എങ്കിലും വീഴണമെങ്കിൽ താതൻ അറിയാതെ സംഭവിക്കുകയില്ല. കരമുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകർച്ച ഒരു വിടുതലിന്റെ ദിവസമാക്കി ദൈവം മാറ്റുകയാണ്. ഒരമ്പ് പോലും അവിടെ അയക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെ എല്ലാം നിഗ്രഹിച്ച് കളഞ്ഞെങ്കിൽ ഒരു മുടി പോലും താഴെ വീഴാതെ അതുപോലെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. പിന്നെന്തിനാണ് ആ ഭാരപ്പെടുന്നത്? എല്ലാ കടകളും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു വലിയ വിടുതൽ സംഭവിക്കാൻ പോകുക, നിരാശകൾ മാറാൻ പോകുക, ശക്തിയില്ലാത്ത അവസ്ഥകൾക്ക് ശക്തി പകരാൻ പോകുക. ദിവസങ്ങളിൽ ചില ജനനങ്ങൾ നടക്കാൻ പോകുക, ചില പ്രാർത്ഥനയുടെ മറുപടി നടക്കാൻ പോകുക, ചില വാക്തത്വങ്ങൾ ജനിച്ചു വീഴാൻ പോകുക. വർഷങ്ങളായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന വാക്തത്വങ്ങൾ അത് കയ്യിലെത്താത്ത വിധത്തിൽ അവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിലെ ഇന്ന് പകർച്ചയ അകത്ത് ഉറവ തുറന്നതുകൊണ്ട് ദൈവം സംസാരിച്ചു, ദൈവശബ്ദം കേട്ടതുകൊണ്ട് ചിലത് ജനിച്ചു വീഴുവാൻ പോകുക, ചിലത് കരങ്ങളിൽ ഏന്താൻ പോകുക, ചിലത് പ്രാപിക്കാൻ പോകുക. ഇന്ന് പകർച്ച വലിയൊരു വിടുതൽ ദൈവം ജനത്തിന്റെ ഇടയിൽ ദൈവം നടത്തുന്നതിനായി ആത്മാവിൽ ദൂത് സംസാരിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ കരകളും ദൈവത്തിനെ ഉയർത്തി ദൈവത്തിൽ പറഞ്ഞാട്ട്, കർത്താവേ അങ്ങയുടെ വാക്തത്വങ്ങൾ നിറവേറപ്പെടും, അങ്ങ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സംഭവിക്കും. അങ്ങനെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നത് കൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെടുന്നു, ഞങ്ങൾ ശാന്തമായി കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രവർത്തിക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. നിശ്ചയമായിട്ടും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവന് ചെവി കൊടുക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നിന്ദിക്കപ്പെടുവാൻ പരിഹസിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതെ, നമുക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിച്ച് മടക്കി അയക്കേണ്ടതിന് മടക്കി അയക്കും, പരാജയപ്പെടുത്തതിനെ പരാജയപ്പെടുത്തും, ഇല്ലാത്തതിനെ ഇല്ലാതാക്കി തീർക്കും. എന്താണോ ദൈവം ചെയ്തെടുത്ത് ദിവസം സ്വസ്ഥത നൽകേണ്ടത്, സമാധാനം നൽകേണ്ടത് നിശ്ചയമായിട്ടും നമ്മുടെ കൂടാരത്തിൽ നൽകുമെന്നുള്ള ദേശം നൽകുന്ന ദൂത് കൈമാറുന്നു. ദൈവമായ കർത്താവ് വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.